അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. കുറച്ച് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ഹംസ വൈദ്യരുമായിട്ട്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് അത് കട്ടായി പോയി. പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകർ ഇൻബോക്സിലും വാട്സപ്പിലും ഇപ്പോൾ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താമസിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തുല്യതയില്ലാത്ത നന്മകൾ ചെയ്യുന്ന ഹംസ വൈദ്യർ ഉസ്താദ് പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. അപ്പോൾ അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. ഉസ്താദ് സുഖാണോ? എപ്പോഴും സുഖം. എപ്പോഴും സുഖം. പ്രിയപ്പെട്ട ഒരുപാട് പ്രവാസികൾ ഉസ്താദെ എപ്പോഴും ചോദിക്കാറുണ്ട്, ഉസ്താദിനെ വിളിച്ചാൽ കിട്ടില്ല, ഉസ്താദിനെ ഇവിടെ കാണാൻ പറ്റുക, കുറെ സംശയങ്ങൾ. പ്രവാസികൾ നിങ്ങൾക്ക് അറിയാലോ, നാടിനു വേണ്ടി ഒരു മെഴുകുതിരി പോലെ ഒഴുകുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു സമയം 11:30 കഴിഞ്ഞു. അപ്പോ പ്രിയപ്പെട്ട പ്രവാസികളോട് ഉസ്താദിന് എന്തൊക്കെയാ സംസാരിക്കാനുള്ളത്? ആദ്യം തന്നെ ഉസ്താദിന് എന്താ പറയാമെന്ന് പറഞ്ഞോ, ചോദ്യങ്ങൾ പിന്നെ വരാം. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. ഈ നൂറുദ്ദീൻ വയനാട് കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചില സമയങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ കാണുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. ഇടയ്ക്ക് എന്നോട് ചോദിക്കും, നമ്മുടെ പ്രവാസികളായ, അതായത് എൻ്റെ പ്രവാസികൾ എന്നാണ് അവൻ അഭിസംബോധന ചെയ്യാറുള്ളത്, അതായത് അവൻ്റെതാണ് പ്രവാസികൾ എന്നുള്ള തരത്തിൽ. അപ്പം എന്നോട് ഇന്ന് ചോദിച്ചു, എൻ്റെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ഒന്ന് ലൈവിൽ വരുമോ, അവരുമായിട്ട് ഒന്ന് സംസാരിക്കുമോ, അവർക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരെന്നോട് സംസാരിക്കാറുണ്ട്, അതുകൊണ്ട് ഉസ്താദ് അതിനുള്ള മറുപടി അവരുമായിട്ട് പങ്കിടുമോ എന്ന്. അങ്ങനെ ഇന്നും എന്നോട് സംസാരിച്ചിരുന്നു. ഇന്ന് ഉച്ച മുതൽ എന്നോടൊപ്പം ഈ നൂറുദ്ദീനുണ്ട്. അങ്ങനെ വൈകുന്നേരം 7 മണിയോടുകൂടി, അതുവരെ ഞാനും ചികിത്സയുമായിട്ട് തിരക്കിലായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, നൂറുദ്ദീന് നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോയാലോ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അവരോടൊപ്പം പോയി. ഞങ്ങൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. തിരിച്ചു വന്ന് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, കോഴിക്കോട് പന്തീരങ്കാവ് അറപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിൽ. അപ്പം അവിടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചത്, ഉസ്താദിന് മൂടുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. സാധാരണ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഈ ചികിത്സയുടെ സമയത്ത് മാത്രമാണ് ഈ ആളുകളുമായിട്ട് എപ്പോഴും സംബന്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലാത്ത സമയങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്രമം, എൻ്റേതായ ഒരു ലോകത്തേക്ക് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, കാരണം 11:30 മണി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞല്ല, എൻ്റെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഉടനെ പറഞ്ഞു, ശരി, നമുക്ക് ലൈവ് പോവാം. അതിനൊരു കാരണമുണ്ട്. ഈ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ, കേരളത്തിൻ്റെയൊക്കെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്, അധ്വാനിച്ചിട്ടുള്ളത് നമ്മുടെ പ്രവാസികളായ മലയാളികളാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇവിടുത്തെ നമ്മൾ കൊട്ടി ആഘോഷിക്കുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോ അതൊന്നുമല്ല, ശരിക്കും ഉദ്യോഗസ്ഥന്മാരൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് നന്മയുള്ള കുറേ മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. ഇവരുടെ ഒരു അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഞാൻ വരാം, രാത്രി 11:30 മണി കഴിഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാനിരിക്കുന്നത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. സാറേ, ആദ്യം തന്നെ ചോദ്യം, ഞാൻ എൻ്റെ എഴുതിയ ചോദ്യമുണ്ട്, പക്ഷേ ഒരു സങ്കടപ്പെടുന്ന ചോദ്യം, കുട്ടികളെ വിക്കിന് ചികിത്സിക്കുന്നുണ്ടോ? ഇത് ശരിക്കും ആ ചോദിച്ച ആള് നല്ലൊരു ചോദ്യമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ വിക്കുള്ള കുട്ടികൾ, മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും വളരെ ലളിതമായ ഒരു പ്രയോഗത്തിലൂടെ ഈ വിക്കിനെ നമുക്ക് മരുന്ന് പ്രയോഗത്തിലൂടെ മാറ്റാൻ സാധിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് കുട്ടികളിലുണ്ടായിരുന്ന വിക്ക് മാറിയ അനുഭവമുണ്ട്. നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ചാൽ അതിനുള്ള ഒരുപാട് മരുന്നുകളുണ്ട്.
അത്തരത്തിലുള്ള വളരെ ചെറിയ ഒരു മരുന്ന് പ്രയോഗമാണ് പറയുന്നത്. നമ്മുടെ വയൽ പ്രദേശങ്ങളിലും നനവുള്ള സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു ദിവ്യ ഔഷധം എന്ന് തന്നെ അതിനെ പറയണം. മുത്തിൽ എന്നാണ് നമ്മുടെ മലബാർ മേഖലയിൽ അതിനെ പറയുന്നത്. മുത്തിൽ, കുടകൻ എന്നും പറയും. നിങ്ങൾ മുത്തിലെന്നോ കുടകൻ എന്നോ നെറ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഫോട്ടോസ് കാണും, പ്രയോഗങ്ങളൊക്കെ ഒരുപാട് കാണും. ഈ വിക്ക് എന്ന് പറയുന്ന അവസ്ഥ മാറാനുള്ള വളരെ ലളിതമായ പ്രയോഗം ഈ മുത്തുകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പ്രയോഗം ഇങ്ങനെയാണ്: കുറച്ച് മുത്തുകളെടുക്കുക, വേരോട് കൂടി എടുക്കുക, കഴുകി വൃത്തിയാക്കുക, ഇടിച്ചോ അരച്ചോ പിഴിഞ്ഞ് നീരെടുക്കുക. ഇടിച്ചിട്ടെടുക്കുക അല്ലെങ്കിൽ അരച്ചിട്ട് പിഴിയുക. അതിൻ്റെ നീര് ഇപ്പം ഒരു 5 വയസ്സ് മുതലാണ് നമുക്ക് ശരിക്കും കുട്ടികൾക്ക് വിക്കുള്ളത് ശരിക്കും മനസ്സിലാവുക. അപ്പം ഈ 5 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ 1 ടീസ്പൂൺ വീതം എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കൊടുക്കുക. കുറച്ച് നാൾ നിങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ ആ കുട്ടികളുടെ വിക്ക് എന്ന് പറയുന്ന അവസ്ഥ മാറിയതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഇനി 15 വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ അത് ഒരു 2-3 ടീസ്പൂൺ കഴിക്കാം. എത്ര വയസ്സ് പ്രായം ഉണ്ടായാലും പ്രശ്നമില്ല, അതും ആ വിക്ക് മാറിക്കിട്ടും. ഈ പ്രയോഗം നടത്തുന്നതിന് മുമ്പായിട്ട് ഒന്ന് ആ മുത്തിൽ എന്ന് പറയുന്ന സസ്യത്തെ പറിച്ചെടുക്കുമ്പോൾ സാധാരണ അത് നനവാർന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിലും അതിന് വെള്ളമൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് അത് വളരുന്നതെങ്കിൽ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പറിച്ചെടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. എന്നിട്ട് വേണം അത് ഇടിച്ചോ അരച്ചോ പിഴിഞ്ഞോ നീരെടുക്കാൻ വേണ്ടിയിട്ട്. ഈ നീരാണ് നൽകേണ്ടത്. ഇത് ചെറിയ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ കഴിക്കുക, അല്ലെങ്കിൽ മുതിർന്നവർ കഴിക്കണം. ആര് കഴിക്കുന്നുണ്ടെങ്കിലും ഇത് കഴിക്കുന്നതിന് മുമ്പേ ഒന്ന് വയറിളക്കുക. കുട്ടികൾക്ക് വയറിളക്കാൻ കൊടുക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട്, മുതിർന്നവർക്കുമുണ്ട്. അങ്ങനെ വയറൊക്കെ ഇളക്കിയിട്ട് പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ആയി മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മുത്തൽ കഴിക്കുകയാണെങ്കിൽ, മുത്തലിൻ്റെ നീര് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിക്ക് എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഒരുപാട് പ്രവാസികളായാലും ഇപ്പം തന്നെ കോറോത്ത് ഷാജി എന്ന് പറയുന്ന വയനാട്ടുകാരൻ എൻ്റെ സുഹൃത്തും കൂടിയാണ്, അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ട്. അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, ഏകദേശം ഷാജി കെ എം. അതിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 18 വർഷമായിട്ട് മരത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് കിടപ്പിലാണ് ഉസ്താദെ, കാണിക്കാത്ത ഡോക്ടർമാരില്ല, ചികിത്സ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. വളരെ വേദനയുള്ള ചോദ്യമാണ് ഇത്. ചോദ്യം മനസ്സിലായി. ഇവിടെ ചികിത്സ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഉണ്ടാവാം. ആ രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ലല്ലോ. കിടപ്പിലായെന്ന് മാത്രമേ അറിയൂ. എന്താണ് ആ ശാരീരിക അവസ്ഥ എന്ന് അല്ലെങ്കിൽ മാനസികാവസ്ഥ എന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. പക്ഷേ എവിടെയെങ്കിലും, എൻ്റെ അടുത്തല്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് എവിടെയെങ്കിലും തീർച്ചയായിട്ടും അതിന് ഒരു മാർഗം ഉണ്ടാവും. വീണ്ടും ഈ കാലുകളും കൈകളൊന്നും ശോഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും, ഉറപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്. എനിക്കെന്തായാലും അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. എങ്കിലും ഞാനൊരു മരുന്ന് പറയാം. അതായത് ഇത്തരത്തിൽ കിടപ്പിലായ, അപകടം മൂലം മറ്റു രോഗങ്ങൾ മൂലമൊക്കെ തളർന്ന് കിടപ്പിലായ ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടായിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗമുണ്ട്. ഞാൻ മുമ്പ് ആ മരുന്നിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ സസ്യത്തിൻ്റെ പേര്, അതൊരു വള്ളി സസ്യമാണ്, ഉഴിഞ്ഞ എന്ന് പറയും. ഉഴിഞ്ഞ അത് ഭാരതീയ സംസ്കാരത്തിൽ പൂർവികരായ ഋഷിമാർ 10 സസ്യങ്ങളെ പ്രത്യേകമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനെ ദശപുഷ്പം എന്ന് പറയും. ഈ ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഔഷധ സസ്യമാണ് ഉഴിഞ്ഞ. അതും നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതൊരു വള്ളി സസ്യമാണ്. ഈ ഉഴിഞ്ഞ ഇപ്പം ഉഴിഞ്ഞയുടെ സീസണാണ്. റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് അത് കണ്ടുവരുന്നുണ്ട്. ഒരു വള്ളി സസ്യം. അത് വേര് വേണ്ട, അതൊരു വള്ളി സസ്യമായതുകൊണ്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഒരു വള്ളി 1 അടി 2 അടി നീളത്തിൽ നല്ല മൂർച്ചയുള്ള ഒരു ഉപകരണമുണ്ട്, ബ്ലേഡോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക.
അത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗം ഇറക്കി വെക്കുക. രാവിലെ വീട്ടിൽ നിന്ന് അത് ഇടിച്ചോ അല്ലെങ്കിൽ അരച്ചോ ശേഷം പിഴിഞ്ഞ് നീരെടുക്കുക. ഈ നീര് 1 ടീസ്പൂൺ വീതം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ ആ ഒരു പ്രയോഗത്തിലൂടെ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്. പിന്നീട് ജീവിതം എത്രയോ ആൾക്കാരെ എനിക്കറിയാം, കാരണം ഞാൻ തന്നെ നിർദ്ദേശിച്ചിട്ട് മാറിയ എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ഇതും ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, അതും ചെയ്തു നോക്കും. സാർ, ഒരു ചോദ്യം. ഇപ്പൊ കൂടുതലായിട്ട് പ്രവാസി സൗഹൃദങ്ങളിൽ ചെറുപ്പക്കാരിൽ അറ്റാക്ക്, അതായത് മരണം, ഹൃദയം സ്തംഭിച്ച് മരിക്കുന്ന എത്രയോ വാർത്തകൾ വളരെ സങ്കടത്തോടു കൂടി കേൾക്കാറും വായിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ളൊരു പോംവഴി ഇപ്പൊ പ്രവാസികളായ ആളുകൾക്കൊക്കെ? അതൊരു നൂർദീൻ ഇപ്പോൾ ചോദിച്ച ഈ ഒരു ചോദ്യം വളരെ വിലപ്പെട്ട ചോദ്യം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് പ്രവാസികളിൽ മാത്രമല്ല, മനുഷ്യരെവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ ഈ ഹൃദ്രോഗമുണ്ട്. ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രവാസികളായ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ അത് കൂടുതൽ കണ്ടുവരുന്നു എന്നേ ഉള്ളൂ. ചെറുപ്പക്കാരാണ് അതിൽ പെട്ടുപോവുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. വളരെ ലളിതമായ ഒരുപാട് മാർഗങ്ങളുണ്ട് ഈ ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ. അതിലേറ്റവും എൻ്റെ അനുഭവത്തിലുള്ള, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് അത്തരം അവസ്ഥകൾ മാറിയ ഒരുപാട് ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറഞ്ഞത്. വളരെ സിമ്പിളായ ഒരു പ്രയോഗം. ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ വീതം 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ചേർക്കുക. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ കഴിക്കുക. എല്ലാ ദിവസവും ഈ ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ വീതം 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇങ്ങനെ കഴിക്കാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന, അത് ഹൃദയവും ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ശരീരത്തിലുണ്ടാകുന്ന ബ്ലോക്കുകളെ അലിയിച്ച് കളയാൻ വളരെയധികം ഗുണം ചെയ്യും. രക്തസഞ്ചാരം സുഖകരമാക്കാൻ അത് വളരെയധികം ഗുണം ചെയ്യും. ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഗുണമുണ്ടായ ആർക്കും എവിടെ വെച്ചും ചെയ്യാവുന്ന ഒരു പ്രയോഗം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഹൃദ്രോഗമൊക്കെ ഭയപ്പെടേണ്ട ഒരു ആവശ്യം നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഭയമില്ലാത്ത ആളുകളായിട്ട് ജീവിക്കുക. ടെൻഷൻസ് ഇല്ലാത്ത ആളുകൾ. എന്തിനാ വെറുതെ നിങ്ങൾ ദുഃഖിക്കുന്നത്? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, പലതരത്തിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും, കുടുംബപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങളുടെ തൊഴിൽപരമായ ഒരുപാട് തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ഒരു ദിവസം നമ്മൾ മരിച്ചു പോകും. അങ്ങനെ ഈ മരിച്ചു പോകുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്തിനാണ് ഇത്തരം പ്രശ്നങ്ങളെ എടുത്ത് മനസ്സിൽ കൊണ്ടുപോകുന്നത്? അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഭയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയമൊക്കെ സ്തംഭിച്ചു പോവുക. അല്ലാണ്ട് ഈ ബ്ലോക്ക് കൊണ്ട് മാത്രമല്ല, ഭയം നമുക്കുണ്ടാവും, അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ, അല്ലെങ്കിൽ അമിതമായ ആഘോഷ ചിന്ത. അങ്ങനെ ഉണ്ടല്ലോ, ചിലയാൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ. അത്തരം ആളുകൾക്കും ഈ ഹൃദ്രോഗം വരാൻ അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലാളിത്യമുള്ള ജീവിതം നിങ്ങൾ നയിക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സസ്യഭുക്കാവാൻ ശ്രമിക്കുക. മാക്സിമം ഭക്ഷണത്തിൽ പച്ചക്കറികൾ ഉപയോഗപ്പെടുത്തുക. പച്ചക്കറികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലവണ്ണം മോര് കഴിക്കുന്ന, ഞാൻ പറയാം നാടൻ മോര് കഴിക്കാൻ, മോര് കഴിക്കുന്ന ആളുകളായിട്ട് മാറുകയാണെങ്കിൽ ഹൃദ്രോഗം എന്നല്ല, ഒരുപാട് രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഏതായാലും നൂർദീൻ ചോദിച്ച നല്ല ഒരു ചോദ്യത്തിനുള്ള വളരെ ലളിതമായ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗം ഈ ചെറുനാരങ്ങയുടെ നീര് കഴിക്കുക എന്നുള്ളതാണ്. ഉസ്താദ്, ഒരു ചോദ്യം കൂടെ, ഒരുപാട് ആളുകളുടെ ചോദ്യമാണ് ഈ ഗ്യാസ് ട്രബിൾ ഒരു പ്രോബ്ലം ആണല്ലോ. ഗ്യാസ് ട്രബിളിനുള്ള ഒരു മരുന്ന്? ഇത്
ഇതൊന്നും നിങ്ങളൊരു വലിയ വിഷയമാക്കി എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഈ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ, ഇപ്പം എൻ്റെ ക്ലിനിക്ക് ഇവിടെ അടുത്താണ്, വീട്ടിനോട് ചേർന്ന് തന്നെയാണ്. അവിടെയുള്ള ഇന്ന് അവിടെ വന്ന് അഡ്മിറ്റായ ഒരാൾ, ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അവിടെ വന്ന സമയം മുതൽ ഞാൻ കാണുന്നത് അവർക്ക് വല്ലാത്ത ഗ്യാസിൻ്റെ പ്രശ്നം. അത് ഭയങ്കരമായിട്ട് ശബ്ദം വരുന്നു അവരുടെ വായിലൂടെ. അപ്പോൾ ഇത്തരം അവസ്ഥകളെയൊക്കെ തന്നെ വളരെ ലളിതമായ പ്രയോഗങ്ങൾ നമുക്ക് മാറ്റാം. അപ്പം ഇതിപ്പോൾ ഞാനും നൂർദിനും വന്ന് എൻ്റെ വീട്ടിലിരുന്നപ്പം അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ തോന്നുന്നു, ഉസ്താദ് ഇങ്ങനെയുണ്ട്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ്. ഇവിടെ വീട്ടിൽ അതിനുള്ളൊരു മരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാൽക്കായം. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ തെരുവിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ടാകുന്നൊരു വാക്കാണ് ഈ അറബി പാൽക്കായം. എല്ലാ മൈക്കൊക്കെ കെട്ടിയിട്ട് ചില ആൾക്കാർ ഈ പാൽക്കായം വിൽക്കും. അത് പണ്ട് കാലത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കാരണം എന്താണ്, ഈ പറയുന്ന ദഹന വ്യവസ്ഥക്ക് തകരാറൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ കുളിച്ചു തീട്ടൽ, അല്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുത്തശ്ശിമാരും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പാൽക്കായം കഴിക്കൂ എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഈ അറബി പാൽക്കായം വിദേശത്തൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. ഈ പാൽക്കായം ഒരു മഞ്ചാടി കുരുവിൻ്റെ വലുപ്പത്തിൽ, അത് അതിൻ്റെ ഒരു തൂക്കമാണ്, ആ അളവിൽ നിങ്ങൾ രാവിലെ വെറുമായിട്ട് കഴിക്കുക. കുറച്ച് ദിവസം ഈ ഭക്ഷണ സമയത്ത് ഭക്ഷണശേഷമൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ, 1-2 പ്രാവശ്യം ദിവസം കഴിക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് എന്ന് പറയുന്ന നമുക്കുണ്ടാകുന്ന അത്തരം പ്രശ്നങ്ങളെ നമുക്ക് ക്രമേണ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഈ ശരിക്കും ദഹിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, വിരുദ്ധമായ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. എന്തൊക്കെയാണ് വിരുദ്ധാഹാരം? അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിലുള്ള മനുഷ്യനൊഴികെ മറ്റൊരു ജീവിയും ഭക്ഷണത്തിൽ മായം ചേർക്കുന്നില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നൂദിനെ? തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണമാണ് എല്ലാ ജീവജാലങ്ങളും കഴിക്കുന്നത്. പിന്നെ മനുഷ്യനോടൊപ്പമുള്ള ജീവജാലങ്ങൾ മാത്രമാണ്, മനുഷ്യന് ചുറ്റുമുള്ള കാക്ക, പൂച്ച, നായ, ഇതിനെ മാത്രമാണ് നമ്മൾ നിർമ്മിച്ച് അല്ലെങ്കിൽ മായം ചേർത്തിട്ടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് കെമിക്കലില്ലാത്ത ഭക്ഷണം. ഈ കെമിക്കൽ പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ദിവസം രാവിലെ തുടങ്ങുന്നത് തന്നെ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ എല്ലാ ദിവസവും നമ്മൾ എല്ലാ ജീവജാലങ്ങളും ശരിക്കും ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും നേരം കൊടുത്തു കഴിഞ്ഞാൽ ശുദ്ധമായ ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ്. അതാണ് എല്ലാ ജീവിയുടെയും ഒരു ജീവിത വ്യവസ്ഥ. മനുഷ്യൻ്റെയും ശരിക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? മനുഷ്യൻ കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള ജീവിയാണെന്നാണല്ലോ മനുഷ്യൻ്റെ വെപ്പ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ദൈവം പല്ല് തേക്കണം. അതൊക്കെ നമ്മുടെ ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. പല്ല് തേച്ചേ മതിയാവും. പക്ഷെ പല്ല് തേക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം. കാരണം പൂർവികരായ ആളുകൾ പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ടാവും, കരി, ഉമിക്കരി, മാവിൻ്റെ ഇല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന അറാക്ക് എന്ന് പറയുന്ന മരത്തിൻ്റെ കൊമ്പ്, ചകിരി, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഒരുപാട് സാധനങ്ങൾ പൂർവികരായ ആളുകൾ പല്ല് തേക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വസ്തുക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വായിൻ്റെ അകത്തുണ്ടാകുന്ന അണുക്കളെ, അതായത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന അണുക്കളെ നശിപ്പിക്കാനുള്ള അത്ഭുതകരമായ കഴിവാണ് ഈ കരി, ഉമിക്കരി, മാവിൻ്റെ ഇല എന്നൊക്കെ പറയുന്ന വസ്തുവിനുള്ളത്. പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, പഴുത്ത മാവിൻ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലിൽ കളഭം മണക്കും. അതായത് മാവിൻ്റെ പഴുത്ത ഇല, ആ മഞ്ഞ നിറത്തിലുള്ള ഇല ഉപയോഗിച്ചിട്ട് പല്ല് നമ്മൾ തേക്കുകയാണെങ്കിൽ വായക്ക് നല്ല സുഗന്ധമുണ്ടാകും, കളഭം മണക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണ്. നല്ല ഗ്ലേസിങ് ഉണ്ടാവും, വായ എപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പം അതാണ് ശരിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പം ഗൾഫ് രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറാക്ക് എന്ന് പറയുന്ന മരത്തിൻ്റെ മുമ്പൊക്കെ ധാരാളം എല്ലാ ഷോപ്പിലും കിട്ടും. അത് ഉപയോഗിച്ച് പല്ല് നാടനായിട്ടുള്ള മഞ്ഞൾപ്പൊടി. ഞാൻ ഉപയോഗിക്കുന്നത് നാടൻ മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരിക്കൽ ഈ നൂറുദ്ദീനോട് പറഞ്ഞപ്പോൾ നൂറുദ്ദീൻ പിന്നീട് അത് തേക്കാൻ തുടങ്ങി. ഇന്നും ഞാൻ പോയ വീട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ, മഞ്ഞ നിറത്തിലുള്ള പൊടിയല്ല, മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ടൂത്ത് പൗഡർ ഉപയോഗിക്കുന്ന പോലെ വായിലിട്ടിട്ട്
ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് രോഗമില്ലാത്ത പല്ലുമായിട്ട് നമുക്ക് ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കും. വായനാറ്റൊക്കെ പോകും. പല്ലുമായി ബന്ധപ്പെട്ടുള്ള സകല രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. പിന്നെ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വീട്ടുകാരുണ്ടാക്കി തരുന്ന കൊണ്ട് ഇത് പോകുമ്പോൾ കുറച്ച് പൽപ്പൊടിയും കുറച്ച് കരി കഷ്ണവും കരിയുടെ കഷ്ണമൊക്കെ കൊണ്ടുപോകും. ഈ വേപ്പിൻ്റെ കൊമ്പ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കെമിക്കൽ ഉപയോഗിച്ച് പല്ല് തേച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥ തകരാറിലാവും. ദഹന വ്യവസ്ഥ തകരാറിലായാൽ നമ്മുടെ ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. അങ്ങനെ നിലച്ചു കഴിഞ്ഞാൽ അത് തകരാറിലായാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രശ്നത്തിലാവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഷുഗർ എന്ന് പറയുന്ന രോഗം, പ്രമേഹം എന്ന് പറയുന്ന രോഗാവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അല്ലാതെ മധുരം കഴിച്ചത് കൊണ്ടല്ല ശരിക്കും ഈ പറയുന്ന ഷുഗർ എന്ന് പറയുന്ന രോഗം വരുന്നത്. തെറ്റായ രീതിയിലുള്ള പല്ല് തേപ്പാണ് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുന്നത്. നേരം എടുത്താൽ ശുദ്ധമായ ഭക്ഷണം കഴിക്കേണ്ടതിന് പകരം ശുദ്ധമായ വിഷമാണ് പല്ല് തേപ്പിൻ്റെ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ടെല്ലാവരും പറഞ്ഞിരുന്നു ഈ കരി, മിക്കരി, ചിരട്ടൻ്റെ കരിയൊക്കെ ഉപയോഗിച്ച് പല്ല് തേക്കണം, അതാണ് പല്ലിന് നല്ലതെന്ന്. പക്ഷേ ഈ പേസ്റ്റ് പോലുള്ള സാധനങ്ങൾ, പലതരത്തിലുള്ള പേസ്റ്റുകൾ, ഞാനൊരു കമ്പനിയുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പലതരത്തിൽ പല കമ്പനികളും ടൂത്ത് പേസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അത്തരം പേസ്റ്റുകൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വക്താക്കൾ പ്രചരിപ്പിച്ചിരുന്നത് ഇതായിരുന്നു: കരി പോലുള്ള വസ്തുക്കൾ കൊണ്ട് പല്ല് വെച്ച് കഴിഞ്ഞാൽ അത് പല്ലിന് തകരാറുണ്ടാവും, പല്ലിൻ്റെ ഇനാമല് നഷ്ടപ്പെടും, മോണക്ക് തകരാറുണ്ടാവും എന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഈ പല്ലിന് തകരാറില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പം ഈ പണ്ട് പറഞ്ഞ പേസ്റ്റിൻ്റെ ആൾക്കാർ അവരുടെ പരസ്യത്തിൽ എഴുതിയത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാർക്കോൾ ചേർത്ത പേസ്റ്റ്. പല പേസ്റ്റ് കമ്പനിക്കാരും അവരുടെ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് കരിയും ഈ ചിരട്ടക്കരിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അംശങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പം പല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക, രോഗമില്ലാത്ത പല്ല് നമുക്കുണ്ടാവും. നിങ്ങൾ ഒന്ന് ചെറിയ ശ്രദ്ധ ഉണ്ടായാൽ മാത്രം മതി. ബഷീർ ഫൈസി ദേശമംഗലം കണ്ടു. ഉസ്താദ് സുഖാണോ? ഇതിലൊരു ചോദ്യം ഉസ്താദെ. സുഖമാണ്. ഫൈസി ഉസ്താദ് വലിയ പ്രാസംഗികനാണ്, വലിയ എഴുത്തുകാരനാണ്, തൃശ്ശൂർ സ്വദേശിയാണ്, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മേഖലകളിൽ ഇതിൽ കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യം ഒന്ന്, മൈഗ്രെയിന് മരുന്നുണ്ടോ എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കുറേ ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൈഗ്രെയിന് മരുന്നുണ്ട്, അത് ഉസ്താദ് തന്നെ പറയും. ഉസ്താദ്, മൈഗ്രെയിന് വളരെ ഫലപ്രദമായ മരുന്നുണ്ട് കേട്ടോ. ലോകത്തെല്ലാ രാജ്യങ്ങളിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഔഷധ സസ്യമുണ്ട്. നമ്മുടെ ഭാരതത്തിൽ എല്ലാ ഇടങ്ങളിലുമുണ്ട്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്നപ്പം അവിടെയും റോഡ് സൈഡിലൊക്കെ ആ ചെടി കണ്ടിട്ടുണ്ട്. പൂവാങ്കുറുന്നൽ എന്ന് പറയുന്ന സസ്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭാരതത്തിലുള്ള ഒരു സസ്യങ്ങളുടെ 10 സസ്യങ്ങളുടെ ഒരു ശേഖരമുണ്ട്, ദശപുഷ്പം. ആ ദശപുഷ്പത്തിൽ ഒരു സസ്യം ഈ പൂവാങ്കുരുന്നലാണ്. ഈ പൂവാങ്കുരുന്നൽ ഇടിച്ചു പിഴിഞ്ഞ നീര്, അതും ഈ പറയുന്നത് പോലെ സൂര്യനൊക്കെ അസ്തമിച്ചതിന് ശേഷം അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് വേണം അത് എടുത്തിട്ട് ഇടിച്ചോ പിഴിഞ്ഞോ നീര് പിറ്റേ ദിവസം അത് അവിടെ നിന്ന് എടുത്തിട്ട് ഒരു വെള്ളത്തിലിറക്കി വെക്കുക. പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി അത് അരച്ചോ ഇടിച്ചോ പിഴിഞ്ഞ് നീരെടുക്കുക. ഈ നീര് 4 തുള്ളി വീതം ഒരു ടേബിളിൻ്റെ മുകളിൽ ഈ തലവേദന മൈഗ്രെയിനുള്ള രോഗിയൊക്കെ എടുക്കുക, തല കുറച്ച് താഴ്ത്തിയിടുക. എന്നിട്ട് ഈ നീര് 2 മൂക്കിനകത്തേക്ക് 4 തുള്ളി വീതം ഇറ്റിച്ചു കൊടുക്കുക. ഒറ്റ ദിവസം ചെയ്താൽ തന്നെ എത്രയോ വർഷം പഴക്കമുള്ള തലവേദനയും മാറും. ഇനി ഒരു ദിവസം ചെയ്തിട്ടും മാറില്ല, 1 or 2 പ്രാവശ്യം അത്രയേ ഉള്ളൂ, പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അത്ഭുത പ്രയോഗമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള ഈ കുറച്ച് നമ്മളെ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന സസ്യമാണ് ഈ പൂവാൻ. ഇത്തരം സസ്യങ്ങളെ പൂർവികരായ ഋഷിമാർ ദശപുഷ്പം എന്ന് പറഞ്ഞുകൊണ്ട് 10 സസ്യങ്ങളെ പ്രത്യേകമായി മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം അത്ഭുതമാണ്. ഉസ്താദെ, അതിലൊരു ചോദ്യം, 6 വയസ്സുള്ള മകനിക്ക് മലം പോകാൻ പ്രയാസമുണ്ട് എന്നൊരു ചോദ്യം. നിങ്ങൾ ആദ്യം മലം പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയാണല്ലോ. അതായത് വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന
കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ സംസാരിച്ചത് അല്ലേ? അതെ. പുറത്തേക്ക് പോകുന്നതിനുണ്ടായ പ്രയാസത്തെക്കുറിച്ച്. എന്നാൽ നിങ്ങൾ ഈ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ അകത്തേക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ആ 6 വയസ്സായ കുട്ടി കഴിക്കുന്നത്? ശരിയായ ഭക്ഷണമാണോ എന്ന് നിങ്ങളൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. ശരിയായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ള ഒരു മലശോധന ഉണ്ടാവും. അതുകൊണ്ട് ഇനി സ്വാഭാവികമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ എന്നിട്ട് മലശോധന ഉണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അങ്ങനെ കാരണം ഉണ്ടാകണമെങ്കിൽ ആ കാരണത്തിനുള്ള മരുന്നുകളുണ്ട്. അത് വളരെ ലളിതമായ പ്രയോഗം ഇത്രയേ ഉള്ളൂ. ഇലക്കറികൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കും. അത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ഒരു മലശോധന ഉണ്ടാകും. പിന്നെ അതിന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലോണം വെള്ളം, ശരീരത്തിന് ആവശ്യമായ വെള്ളം കഴിക്കേണ്ടതുണ്ട്. അതായത് മലം പുറത്തു പോകാൻ മലം ഉണ്ടെങ്കിലും പക്ഷെ അത് കെട്ടി നിർത്തുന്ന സ്വഭാവം പല കുട്ടികൾക്കുണ്ടാവും. അങ്ങനെ മലത്തെ കെട്ടി നിർത്താൻ അനുവദിക്കരുത്. ഓരോ സമയത്തും മലശോധന കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമാണെങ്കിൽ അത് വളരെ വേഗത്തിൽ മലമായിട്ട് പുറന്നുകൊള്ളും. പിന്നെ ഇതിൽ ഒരുപാട് ആളുകളുടെ ചോദ്യം എന്തൊക്കെയാണ് ഉസ്താദിൻ്റെ ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വരാണ്ട കാരണം എന്താ അറിയോ? പ്രിയപ്പെട്ട 261 ആളുകളും നിങ്ങളിത് മാക്സിമം മറ്റുള്ള ആളുകളിൽ എത്തിക്കണം. നിങ്ങളുടെ ഒരു ഷെയർ ബട്ടൺ കൊണ്ട് ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതൊരു വലിയ പുണ്യമാണ്. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. സൗണ്ടിൻ്റെ ചില ആൾക്കാർ പറയുന്നുണ്ട്, അത് അവർ ചിലപ്പോൾ നോയ്സ് ഉള്ള സ്ഥലത്താണ് ഉണ്ടാവുക, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൂടുതൽ പറയേണ്ടതല്ലേ അല്ലേ? അപ്പൊ ചില ആളുകൾ കൂടുതൽ ഒച്ചയുള്ള സ്ഥലത്താവുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല അവര് അവിടെ ചില ഉപയോഗിക്കുന്ന അങ്ങനെയായിരിക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നത് പറയാണ്, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഉസ്താദിന്റെ അടുത്ത് എന്തൊക്കെ ചികിത്സകളാണ് ഉസ്താദ് ഹംസ വൈദ്യർ ചെയ്യുന്നത്? അതിന് പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചോദ്യമാണിത്. എങ്കിലും പ്രവാസികളുടെ പല ചോദ്യങ്ങൾക്കാണ് മറുപടി പറയാം. ഒന്ന്, ഞാൻ ഒരു വലിയ ചികിത്സകനെ അല്ല. എനിക്കങ്ങനെ കുറേ മരുന്ന് നിർമ്മാണമോ അല്ലെങ്കിൽ മരുന്ന് പ്രയോഗങ്ങളോ ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ. അങ്ങനെ വലിയ വൈദ്യരൊന്നുമല്ല. പക്ഷേ അറിയുന്ന കാര്യങ്ങൾ 100% കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അത് ഞാൻ ഇതുപോലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അറിയുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചികിത്സ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സിക്കുക എന്നുള്ള രീതിയല്ല എൻ്റേത്. അടിസ്ഥാനപരമായിട്ട് എന്താണ് രോഗം, എന്താണ് നൂറുദ്ദീനെ രോഗം എന്ന് പറയുന്നത്? രോഗം എന്ന് പറയുന്നത് പറഞ്ഞില്ലായിരുന്നു. രോഗം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. അത് സാധാരണക്കാരായ നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും പഠിക്കണം എന്താണ് രോഗം. ഇപ്പോൾ രോഗം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റാറില്ല. അവർ പറയും തലവേദന അല്ലെങ്കിൽ കൈവേദന, ഇതാണ് രോഗം. അങ്ങനെയല്ലല്ലോ. രോഗം എന്നാൽ എന്ത്? ഉത്തരമുണ്ട്. ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെയാണ് രോഗമെന്ന് പറയുന്നത്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ശരീരത്തിനും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, പ്രയാസങ്ങളുണ്ടെങ്കിൽ അതാണ് രോഗം. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ശരീരത്തിൽ മാലിന്യങ്ങൾ, അതായത് സ്വാഭാവികമായി നിലനിൽക്കേണ്ട ഒരു ശരീരത്തിൽ മാലിന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ വന്ന് കൂടുകയാണെങ്കിൽ, ഭക്ഷണത്തിലൂടെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ, ഇങ്ങനെ കുറേ കാരണങ്ങളിലൂടെ നമ്മളിലേക്ക് മാലിന്യങ്ങൾ എത്തപ്പെടും, ശരീരത്തിനകത്തേക്ക് പുറത്തേക്കും. അങ്ങനെ ആ മാലിന്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണം. ഇനി അപകടത്തിലൂടെ ഉണ്ടാകും ചില രോഗങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അതൊരു രോഗമല്ല, അപകടം സംഭവിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. മറ്റൊന്ന്, നമ്മൾ തെറ്റായ മരുന്ന് പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് നമുക്ക്, ചികിത്സകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് രോഗങ്ങളുണ്ടാകും. ഇതൊക്കെയാണ് രോഗമെന്ന് പറയുന്ന അവസ്ഥ.
എന്തു തന്നെയായാലും ശരീരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നതാണ് രോഗമെന്ന് പറയുന്നത്. ഈ മാലിന്യത്തെ എങ്ങനെ പുറത്ത് കളയാം? ഈ പുറത്ത് കളയാൻ പറ്റും എങ്കിൽ ആ പറ്റുന്ന ആള് അയാൾക്ക് ചികിത്സയൊന്നും അറിയില്ല, പക്ഷെ അയാൾ ചികിത്സകനാണ്. അതാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ചികിത്സയൊന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ശരീരത്തിൽ മാലിന്യം ഉണ്ടെങ്കിൽ രോഗം ഉണ്ടാവും. ഈ മാലിന്യത്തെ എങ്ങനെ പുറന്തള്ളാം അതിന് കണ്ടെത്തിയ മാർഗമാണ് പഥ്യം എന്ന് പറയുന്ന എൻ്റെ ചികിത്സയ്ക്ക് മുമ്പുള്ള ഒരു ആചരണം. നിങ്ങൾ തുടക്കം, ഇപ്പോൾ നിങ്ങളൊരു പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നിങ്ങൾ പഠിക്കില്ലേ, കുറേ കാര്യങ്ങൾ പഠിക്കും, എന്നിട്ടാണ് പരീക്ഷ എഴുതുക. അതുപോലെ ഈ പരീക്ഷ എഴുതുന്നത് പോലെ ശരീരത്തിനുണ്ടാകുന്ന രോഗത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം ആ തയ്യാറെടുപ്പ്, രോഗത്തെ ശമിപ്പിക്കാനോ പ്രതിരോധിക്കാനോ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സംവിധാനമാണ് പഥ്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയറിളക്കുക എന്ന് പറയും. അങ്ങനെ വയറിളക്കുമ്പം ശരീരത്തിലുള്ള ഒരുപാട് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടും, വിയർക്കുന്ന സമയത്ത് പോകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ പഥ്യം പാലിച്ചുകൊണ്ട് നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ രോഗം എന്താണ് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. രോഗം ചികിത്സിക്കണമെങ്കിൽ ആ ശരീരത്തിന് ഒരു യോഗ്യത ഉണ്ടാവണം. ശരീരം മാലിന്യമുക്തമാകണം. മാലിന്യമുക്തമായ പിന്നെ രോഗമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ശരീരത്തിൽ ചികിത്സിക്കുന്നതിനേക്കാളും നല്ലൊരു ശരീരത്തിൽ നിന്ന് ഈ മാലിന്യത്തെ പുറത്തള്ളാനുള്ള ഇതുപോലുള്ള പ്രക്രിയകൾ വയറിളക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകർ, ഷിബിൻ കീഴ്ശ്ശേരി അടക്കമുള്ള ഒരുപാട് പ്രേക്ഷകർ, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഉസ്താദ് അത്രമാത്രം കോളുകൾ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉസ്താദ് ഒരു കോള് പോലും എടുക്കാറില്ല. അവരുടെ ഔഷധാലയത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയില്ല. വരുന്നവർക്ക് വരാം, വരാത്തവർക്ക് വരാതിരിക്കാം. അപ്പോൾ പഥ്യം ഉസ്താദ് ഹംസ വൈദ്യർ ഹംസ ഭാരതം, ഉസ്താദ് വൈദ്യർ ഹംസ ഭാരതം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് പ്ലാൻസോപ്പതി എന്നാണ്. ട്രീറ്റ്മെന്റ്. നിങ്ങൾ ഈ കാണുന്ന 228 ആളുകളും നിങ്ങൾ ഏതൊക്കെ യൂട്യൂബ് ചാനലിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? സിനിമകൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഗാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗേഴ്സിൻ്റെത്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെത്, എല്ലാത്തിനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും അടുത്തുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരാളുടെ പ്ലാൻസോപ്പതി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല? അത്രമാത്രം അറിവുകൾ അതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ 2 മിനിറ്റ് ഉസ്താദ് ക്ഷമിക്കണം, ഞാൻ പറയട്ടെ. ഞാൻ 2018 മുതൽ ഉസ്താദിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിൽ നിരന്തരമായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു നന്മ എന്നുള്ള റിപ്ലൈ കമൻറ്റുകൾക്കിടയിൽ കിട്ടാറുണ്ട്. ഇൻബോക്സിൽ ഇതുവരെ ഒരു മെസ്സേജും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കൂടുതൽ അറിഞ്ഞു, പരിചയപ്പെടണമെന്ന് തോന്നി. ഞാൻ ഇദ്ദേഹത്തിന് വന്ന് കണ്ട ചികിത്സക്ക് വരുന്ന ആളുകൾ, സോറിയാസിന്റെ ചികിത്സക്ക് വരുന്ന ആളുകളുണ്ട്, അത് മാറുന്നുണ്ട്. ഒരിക്കലും ഡോക്ടർമാർ മുറിവ് ഉണങ്ങില്ല എന്ന് പറഞ്ഞ മുറിവുകൾ ഉണങ്ങുന്നുണ്ട്. ഇന്ന് ഒരു ഉമ്മ, അവർ വന്നത് ആലുവല്ലേ, പെരുമ്പാവൂരിന്ന് വന്നിട്ട് ഒരു വിരൽ മുറിച്ചു, ഇനിയൊരു വിരലും കൂടെ മുറിക്കണമെന്ന് പറഞ്ഞ് വിധി എഴുതിയിരുന്നു. അത് ഏകദേശം എത്ര ദിവസമാണ്? 2 മാസം കൊണ്ട്. നിങ്ങൾക്ക് നാളെ ഞാൻ എന്നെ ഔട്ട് ചെയ്യും. 2 മാസം കൊണ്ട് മുഴുവനായിട്ട് ഉണങ്ങി. അപ്പോൾ സോറിയാസിന് ഉസ്താദ് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട കാര്യങ്ങൾ, സോറിയാസിന്, മുറിവിന്, ബാക്ക് പെയിൻ, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബാക്ക് പെയിന്, മൈഗ്രെയിന്, അവർ പിടുത്തോ, ബാക്ക് പെയിന്, മൈഗ്രെയിന്. അതുപോലെ ഇപ്പോൾ ഒരു ചോദ്യം ഞാനിൽ കേട്ടു. ആ ചോദ്യം ഒരു ചോദ്യം ഇതാണ്: മൂത്ര തടസ്സം മാറ്റാൻ വളരെ ലളിതമായ ഒരു പ്രയോഗമുണ്ട്. ആ ചെടിയുടെ പേര് ചെറുള എന്നാണ്. ബലിപ്പൂവ് എന്ന് മറ്റൊരു പേരുണ്ട്. നിങ്ങൾ നെറ്റിലൊക്കെ ചെറുള എന്ന് അടിച്ചോളൂ, കിട്ടും. ഒരു വെളുത്ത പൂവുള്ള ചെറിയ, അല്ലല്ല, ചെറുള എന്ന് പറഞ്ഞൊരു സസ്യമുണ്ട് ഇവിടെ, എല്ലായിടത്തും ഉണ്ട്. ആ ചെടി ഇതുപോലെ വേരോടുകൂടി എടുക്കുക, കഴുകി വൃത്തിയാക്കിയിട്ട്, അതായത് ഒരു 10 ഗ്രാം മതി, ഒരു പിടി. ഇത് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക. മൺപാത്രത്തിൽ വേണം തിളപ്പിക്കാൻ.
അത് തിളച്ചതിന് ശേഷം വെളുത്ത കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അത് അരിച്ചെടുക്കുക. ആ വെള്ളം അത് ചില്ല് കുപ്പിയിൽ ഒഴിച്ചു വെക്കുക. രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ ഈ 1 ലിറ്റർ വെള്ളം അല്പാൽപമായി കുടിച്ചു തീർക്കുക. അങ്ങനെ ഒരു 48 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ചെറുളയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ മൂത്രക്കല്ലെന്ന് പറയുന്ന അല്ലെങ്കിൽ മൂത്ര തടസ്സം എന്ന് പറയുന്ന മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് വയറിളക്കുക, പ്യൂർ വെജിറ്റേറിയൻ ആവുക, നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കാണുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചികിത്സ അല്ലെങ്കിൽ മരുന്ന് പ്രയോഗം നടത്തുക എന്നതിനേക്കാൾ അപ്പുറം ഇതിൽ വില കൽപ്പിക്കേണ്ടത് ഈ പഥ്യം എന്ന് പറയുന്ന പഥ്യ ആചരണം അതിനാണ്. അതുകൊണ്ട് അത് ചെയ്തിട്ട് വേണം എല്ലാ മരുന്ന് പ്രയോഗങ്ങളും ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, അടുത്ത ഉസ്താദെ ഒരു പേഴ്സണലി വന്ന ക്വസ്റ്റ്യാണ്. പലരും സമൂഹത്തിന്റെ മുൻപിൽ അത് ചോദിക്കാൻ പഠിക്കും. അപ്പം ഞാനത് ചോദിക്കുകയാണ്. ഈ ലൈംഗികമായിട്ട് പലർക്കും പല ആശയങ്ങളും പല സംശയങ്ങളും ഉണ്ടാകും. ലൈംഗിക ഉദ്ധാരണക്കുറവ് പലരിലും കണ്ടുവരുന്ന ഒരു അസുഖം, അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ. ലൈംഗിക ഉദ്ധാരണക്കുറവ് തന്നെ പറയില്ല, അങ്ങനെയല്ല പറയേണ്ടത്. ചോദ്യം എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അപ്പോൾ ലൈംഗിക ഉദ്ധാരണക്കുറവ് പലരും പേഴ്സണലി നമ്മളെ ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ്. അയോടെ ഇത് ഒരു നല്ല ചോദ്യം തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയും. കാരണം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലൈംഗികതയെക്കുറിച്ചിട്ട്. ഒന്ന്, എന്താണ് ലൈംഗികത? 2, ഈ ലൈംഗികതയുടെ ആവശ്യകത എന്ത്? ഈ 2 ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. എന്താണ് ലൈംഗികത? എന്താണ് ഇതിൻ്റെ ആവശ്യകത? ഇപ്പം എനിക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വാപ്പയുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലേക്ക് ഒരാൾ കയറി വന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാലമായിട്ട് ഞങ്ങളെ അറിയാം. അപ്പം അദ്ദേഹം വന്ന് കുറേ സമയം അവിടെ ഇരുന്നു. ഞങ്ങളുടെ സംസാരത്തിനിടയിൽ പലതും കേട്ടിങ്ങനെ ഇരുന്നപ്പം അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോകാനായ സമയത്ത് അദ്ദേഹം വാപ്പയോട് ചോദിച്ചു, ഉപ്പാപ്പ, എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊന്ന് ഇങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ രഹസ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതെൻ്റെ മകനാണ്, നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചത് ഈ ചോദ്യമായിരുന്നു, ഈ ലൈംഗികത എനിക്ക് ഒന്നും പറ്റുന്നില്ല, ലൈംഗികമായിട്ട് ബന്ധപ്പെടാനൊന്നും സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വാപ്പ അദ്ദേഹത്തിന് മരുന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്. ഒരുപാട് മരുന്നുകളുണ്ട്. എന്താണ് ലൈംഗികത എന്നതിനെക്കുറിച്ചാണ് പിന്നീട് സംസാരിച്ചത്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ലൈംഗികത എന്ന് പറയുന്നത് വംശം നിലനിർത്താൻ, മനുഷ്യവംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ലൈംഗിക അവയവം എന്ന് പറയുന്നത് അതിനു വേണ്ടി ശരീരത്തിൽ ദൈവം നൽകിയ ഒരു അവയവം തന്നെയാണത്. ആ അവയവത്തിന് ഈ വംശം അല്ലെങ്കിൽ ഈ വംശവർദ്ധന, അതായത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ലൈംഗികത. അതിന് മാത്രമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും അതിന് നമ്മുടെ ശരീരം അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ശക്തിയും പ്രാപ്തിയും എപ്പോഴും ഉണ്ടാവും. അമിതമായ ലൈംഗിക ഉപയോഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. ഇത്തരം ഉദാഹരണക്കുറവിനൊക്കെ കാരണം അതാണ്. മൂത്രവിസർജനം നടത്താനാണ് മറ്റൊരു ഉപയോഗം. ഒന്ന്, ശുക്ലം സ്രവിപ്പിക്കാനും, പുരുഷൻ്റെ കാര്യമാണ്. ശുക്ലം സ്രവം നടത്താനുള്ള ഒരു അവയവമാണ് ലിംഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂത്രവിസർജനവും അതുവഴിയാണ് നടക്കുന്നത്. ഇതിന് രണ്ടിനാണ് ശരിക്കും പറഞ്ഞാൽ
ഇത് ഉപയോഗിക്കാനുള്ളത്. അല്ലാതെ 24 മണിക്കൂറും ഇങ്ങനെ ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ ശുക്ലം ക്ഷയിപ്പിക്കാനുള്ള സാധനമല്ല ഇത്. പിന്നെ ആരാണ് ലൈംഗികത ആസ്വദിക്കേണ്ടത് എന്നു മറ്റൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സുഖമുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്നവരാരോ അവർക്കാണ് ശരിക്കും ലൈംഗികത ഉണ്ടാവുക. അവർക്ക് മാത്രമേ അത് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാണ്ട് 24 മണിക്കൂറും വേവലാതിയും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ശരിക്കും ലൈംഗികത ഒന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടലായിട്ട് ഇങ്ങനെ പോകും. ലൈംഗികത എന്ന് പറയുന്നത് അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതൊരു കുറച്ച് സമയം ഉപയോഗിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചുണ്ടാകുന്ന നിമിഷങ്ങളിൽ അവരുടെ നോട്ടത്തിലൂടെ, അവരുടെ സ്പർശനത്തിലൂടെ, അവരുടെ സംസാരത്തിലൂടെ, എല്ലാത്തിനും അപ്പുറം അവർ തമ്മിലുള്ള പരസ്പര ഇഷ്ടത്തിലൂടെ പെട്ടെന്നുണ്ടാവുന്ന ഒരു കൂടിച്ചേരലുണ്ട്. അതാണ് ശരിയായ രീതിയിലുള്ള ഒരു ലൈംഗികത എന്ന് പറയുന്നത്. അല്ലാണ്ട് രാത്രി 10 മണിയാകുമ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരു ഇരുട്ടിൻ്റെ മറവിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ കയറി വാതിലടച്ചിട്ട് 2 ശരീരം തമ്മിൽ ബന്ധപ്പെടുക, അതല്ല ലൈംഗികത. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് അവരുടെ സംസാരത്തിലൂടെ, അവരുടെ നോട്ടത്തിലൂടെ, ഭാവത്തിലൂടെ, സ്പർശനത്തിലൂടെ, എല്ലാത്തിനേക്കാളും അപ്പുറം അവർ തമ്മിലുള്ള പരസ്പര ഇഷ്ടത്തിലൂടെ പെട്ടെന്ന് നടക്കുന്ന ഒരു കൂടിച്ചേരലുണ്ട്. അതിലൂടെ ഉണ്ടാവണം ലൈംഗികത. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല സുഖം ഉണ്ടാവും, നല്ല ആസ്വദിക്കാൻ നമുക്ക് പറ്റും. അത് കുറച്ച് സമയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ശുക്ലം ശ്രവിക്കുന്നതിലൂടെ പുരുഷന് പോകുന്ന ഒരു സംഗതിയല്ല. അല്ലെങ്കിൽ സ്ത്രീകളിൽ മദജലം എന്നാണ് പൂർവികരായ ആളുകൾ പറയുക. ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മദജലം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതിവിടെ ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും മദജലമൊന്നും അറിയാറേയില്ല. സാധാരണ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീകൾ ഉണ്ടാകുന്ന യോനിയിലൂടെ കുറച്ച് ഒരു തരത്തിലുള്ള ഒരു സ്രവം ഉണ്ടാവും, ഒരു കൊഴുപ്പ് പോലത്തുള്ള ഒരു ദ്രാവകം, ഒരു നനവ്, ഇതൊക്കെ ഉണ്ടാവും. അതല്ല, അതിനപ്പുറം സ്ത്രീകളിൽ മദജലം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അത് ഒരു ജലപ്രവാഹം തന്നെയാണ്. അങ്ങനെ അതാണ് സ്ത്രീയുടെ ലൈംഗികതയുടെ ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സ്ത്രീകൾക്കുണ്ടോ എന്ന് നമ്മുടെ സ്ത്രീകളും നമ്മുടെ പുരുഷന്മാരും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ വെറും 2 ശരീരങ്ങൾ മാത്രം കൂട്ടിമുട്ടുകയും ഈ പുരുഷൻ്റെ ശുക്ലം സഹിക്കുന്നതിലൂടെ ഇതൊക്കെ തീരുകയും പുരുഷൻ വേറൊരു ഭാഗത്ത് കിടന്നുടങ്ങുകയും സ്ത്രീ ഒരു ആത്മനിർവൃതിയും അടയാതെ അല്ലെങ്കിൽ ലൈംഗിക ദാഹമൊന്നും അടയാണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുക, ഇതൊന്നും ലൈംഗികതയല്ല. നിങ്ങൾ ഈ ലൈംഗികതയിലല്ല പലരും ഉള്ളത്. ലൈംഗികത എന്ന് പറയുന്നത് അതൊരു അത്ഭുത പ്രതിഭാസമാണ്. ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അത്. ലൈംഗിക അവയവത്തിന് അതിൻ്റെ അല്ലെങ്കിൽ ലൈംഗികത ഉദ്ദേശം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രത്യുൽപാദനം നടത്തുക, വംശം വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം. ലൈംഗിക അവയവത്തിൽ ഒന്ന് ശുക്ലം ശ്രവിക്കും, രണ്ടാമത് മൂത്രവിസർജനം നടത്തും. എന്നാൽ ഈ പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ഈ ലൈംഗിക അവയവത്തിന് ശുക്ലം ശ്രവിക്കുന്ന സമയത്ത് ഒരു സുഖം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവണം. ആ സുഖം എന്ന് പറയുന്ന അവസ്ഥ ദൈവത്തിൻ്റെ സമ്മാനമാണ്, അനുഗ്രഹമാണ്. അത് ദൈവം മനഃപൂർവ്വം നമുക്ക് നൽകിയൊരു അനുഗ്രഹം. കാരണം ഈ സുഖമില്ലെങ്കിൽ ആരെങ്കിലും ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുമോ? സുഖമില്ലെങ്കിൽ ആരാണോ ഇത് ചെയ്യുക? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മൾ പലപ്പോഴും ഉദ്ധാരണത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇത്ര വൃത്തിയായിട്ടും കൃത്യമായിട്ടും വളരെ മനോഹരമായി വളരെ മാന്യമായ ഭാഷയിലൂടെ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ഒന്നും കൂടെ കേട്ടാൽ മനസ്സിലാകും.
അപ്പോൾ ഒരു മുഹമ്മദ് ഷിഹാബിനോടാണ് ചോദ്യം. ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക, ഞാൻ ശരിക്കും നല്ല ഭംഗിയായിട്ട് ലൈംഗികത ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരിക്കലും തന്നെ ലൈംഗികത ഇല്ലാണ്ട് ആ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ പോലും പറ്റാത്തൊരു മനുഷ്യനാണ് ഞാൻ. ശരിക്ക് സ്ത്രീ എന്താണ് എന്ന് പഠിച്ച ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്ത്രീ, അവൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അവൾ എന്താണ് ആഗ്രഹിക്കുന്നത്. വെറുതെ ഒരു സ്ത്രീയുമായിട്ട് ഒരു പുരുഷനും ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയോടും എനിക്കത് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊരിക്കലും തന്നെ വെറുതെ ഒരു ബന്ധത്തിലേക്ക് പോകാതെ ആ ബന്ധത്തെ ഏറ്റവും മനോഹരമായിട്ട് ബന്ധപ്പെടുന്ന പുരുഷനുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സ്ത്രീയുമായിട്ട് ആ ഏറ്റവും നല്ലൊരു ബന്ധം നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്കും. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റൊന്നുമല്ല, ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഒരു പകൽ മുഴുവൻ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റും. അവസാന സമയത്ത് മതി നിങ്ങളുടെ ഈ ശുക്ലത്തെ പുറന്തള്ളലും അല്ലെങ്കിൽ മതജലത്തെ പുറന്തള്ളലും, അതൊക്കെ അവസാനം മതി. അതല്ല, ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല രസമായിട്ട് നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്കും. അതാണ് ശരിയായ ലൈംഗികത. അങ്ങനെ ഒരു ലൈംഗികത നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് എപ്പോഴും ലൈംഗികത ആഗ്രഹിക്കുകയും എപ്പോഴും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളെന്നതിൽ ഞാൻ ആശംസിക്കുന്നു. ഉസ്താദ്, മുഹമ്മദ് ഷിഹാബ് എന്ന് പറയുന്ന സുഹൃത്ത് ഒരുപാട് സമയമായി ചോദിക്കുന്നത്, ഞാനൊരു പ്രാവശ്യം കൂടി അവതരിപ്പിക്കട്ടെ. എൻ്റെ റൈറ്റ് ഹാൻഡ് റിസ്റ്റിൽ കാർപ്പൽ ബോൺ ഫ്രാക്ചറുണ്ട്. എന്താ ഉദ്ദേശം മനസ്സിലായില്ല. അത് സുഖപ്പെടുത്താൻ എന്തെങ്കിലും വഴി ഉണ്ടോ? പ്ലീസ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് പറഞ്ഞുതരാം. അസ്ഥി സംബന്ധമായ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. എനിക്ക് പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷൊന്നും എനിക്ക് അറിയുക തന്നെ ഇല്ല കേട്ടോ. ഞാനിങ്ങനെ കുത്തിയിരുന്ന് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പഠിച്ചോ ഇപ്പം ഭയങ്കര പണ്ഡിതനായിരിക്കും. ഒന്നുമല്ല കേട്ടോ, നമ്മൾ സാധാരണക്കാരനായവരോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞ പേരൊന്നും മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അസ്ഥി സംബന്ധമായ എന്തൊരു പ്രശ്നമാണെന്ന് മനസ്സിലായി. അസ്ഥി സംബന്ധമായ എന്ത് പ്രശ്നം ഉണ്ടായാലും അസ്ഥിക്ക് ബലം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സംബന്ധ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അസ്ഥിക്ക് നല്ല ബലം ഉണ്ടാവുക, അത് പുഷ്ടിപ്പെടുത്തുക. അതിന് വളരെ ലളിതമായ ഒരു പ്രയോഗം പറഞ്ഞുതരാം. ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് വരിക, അല്ലെങ്കിൽ നല്ലൊരു അസ്ഥിരോഗ വിദഗ്ധനെ കണ്ടിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന് ആധുനിക സംവിധാനത്തൊക്കെ ഒരുപാട് അസ്ഥിരോഗത്തിനൊക്കെ ഭയങ്കര അഗ്രഗണ്യമായ ആൾക്കാർ നിങ്ങൾ അവരെ കണ്ടാൽ ശരിയാവും. എന്നാലും പറയാണ്, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ വന്ന് അസ്ഥിക്ക് ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഒരു വളരെ ലളിതമായ ഒരു പ്രയോഗം. 25 ഗ്രാം നാടൻ ഉഴുന്ന്, 25 ഗ്രാം നാടൻ ഉഴുന്ന്, 100 ഗ്രാം നാടൻ നെല്ല് കുത്തിയ അരി ഇവ രണ്ടും കൂടെ കഞ്ഞി. ഇതിലും സ്മൈലിയൊക്കെ വന്നടിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഈ സ്മൈലിയുടെ അർത്ഥം അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രവാസികളുടെ അസുഖത്തിനുള്ള ചികിത്സ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയും കയറി വന്നിട്ട് മരണ വീട്ടിൽ പോയാലും ചിരിക്കുന്ന ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. എടോ, ഒരു ഡോക്ടറായ ഒരാൾ, ഒരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവിടെയും ചിരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. നിങ്ങളോടൊക്കെ അല്ല, ഇത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണുന്നത് എപ്പോഴും പറ്റിപ്പും വെട്ടിപ്പും വ്യാജനും ഇതൊക്കെയാണ്. എന്നെയും ഇപ്പം ഞാൻ പലപ്പോഴും എന്നെ കള്ളുടിയൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്കൊന്ന് ഒരു മറുപടി കൊടുക്കും. അപ്പോൾ അവർ വിചാരിക്കും ഇവൻ കള്ളുടിയനായതുകൊണ്ട് തന്നെ എനിക്ക് ബോധമുണ്ട്. പക്ഷെ ഞാൻ എങ്കിലും അങ്ങനല്ല. അത് ഈ ചിരിക്കുന്ന ആളുകൾ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞാല് ഫേക്ക്, അതായത് ഫേക്ക് കോളികൾ എന്ന് പറയുവാണെങ്കിൽ ഫേക്ക് കോളികൾ മനസ്സിലായിട്ടില്ല അവർക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഫേക്ക് കോളികളായ ആളുകളോട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് പിരിഞ്ഞു പോവുക. നിങ്ങൾക്ക് നിങ്ങളോട് സംവദിക്കാൻ സമയം പറയാം. ഈ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 25 ഗ്രാം നാടൻ ഉഴുന്ന്, 100 ഗ്രാം നാടൻ നെല്ല് കുത്തിയ അരി ഇവ രണ്ടും കൂടെ കഞ്ഞി വെച്ചിട്ട് രാവിലെ വെറും വയറ്റ് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ അസ്ഥിക്ക് നല്ല ബലമുണ്ടാവും. നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാകോ എന്ന് എനിക്കറിയില്ല. നമ്മളെ കാണാൻ വരാൻ അസ്ഥി സംബന്ധമായ രോഗത്തിൽ നിങ്ങൾ എനിക്ക് ഒന്നാമത് ഈ പറയുന്ന ഇംഗ്ലീഷ് വാക്കൊന്നും അറിയില്ല. ഇതിലൊരു ചോദ്യം അറിയാത്ത ചോദ്യം ഇതാണ്, സ്പൈനൽ കോഡ് അട്രോഫി എന്ന അസുഖത്തിന് വല്ല ചികിത്സയും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നിങ്ങൾക്ക് അതിന് മലയാള വാക്കുകൾ അറിയാമെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ ചോദിക്കുക. കാരണം എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണക്കാരൻ. ഓക്കെ, അത് പോട്ടെ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഉസ്താദെ. ഞാൻ എൻ്റെ 2 കിഡ്നിയും പോയതാണ് ഉസ്താദെ. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? 2 വർഷമായി ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കിഡ്നി പോയാൽ ഒന്നില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുക. ഞാൻ കിഡ്നി മാറ്റി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ചികിത്സയും നിങ്ങൾക്ക് പരാജയപ്പെട്ടെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വരും. എന്തെങ്കിലും വഴി പടച്ചോനെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ചികിത്സേനെ കാണാം. ഏത് ഡോക്ടറായാലും, അലോപ്പതി ആയാലും, ഹോമിയോ ആയാലും, യുനാനി ആയാലും, പ്രകൃതി ചികിത്സയായാലും, ആയുർവേദമായാലും, നാട്ടിൽ എന്തെങ്കിലും ഒരു വഴി എവിടേക്കൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇത്തരം രോഗങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഈ കിഡ്നി സംബന്ധമായ ആളുകളിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്, ചികിത്സ തേടി വരുമ്പോൾ വന്ന ഉടനെ നമ്മളോട് ആദ്യം തന്നെ അവർ പറയുന്നത് അതുവരെ അവർ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അതായത് എനിക്ക് ഇത്ര ലിറ്റർ വെള്ളമേ കഴിക്കാൻ പറ്റും, പിന്നെ പച്ച അതായത് വെജിറ്റബിൾസ് ആയ സാധനമൊന്നും കഴിക്കാൻ പാടില്ല, അത് കിഡ്നിക്ക് ദോഷം ചെയ്യും, ഇലകളും ഇങ്ങനെ ചെടികളൊന്നും കഴിക്കാം, ഇങ്ങനെയൊക്കെ വന്ന് ആദ്യം തന്നെ എന്നോട് പറയുമ്പോൾ പിന്നെ ഞാനെന്താ ചെയ്യുക? ഞാൻ പറയും, നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്ന മരുന്ന് തന്നെ ഉപയോഗിച്ചോളൂ പറഞ്ഞാൽ അവർ തിരിച്ചയക്കും. അതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറണം, ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർഗം, അത് വളരെ ചെറിയ മാർഗങ്ങളായിരിക്കും. അപ്പോൾ അത് ചിലപ്പം ഇലയോ അല്ലെങ്കിൽ പുല്ലോ വേരോ എന്തെങ്കിലായിരിക്കും പറയാൻ ഞാൻ നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ ഞാൻ തരിക. ആ ഇലകൾ കഴിച്ചിട്ട് നിങ്ങൾ കിഡ്നി പോകും എന്നാണ് നിങ്ങൾ പഠിച്ചു വെച്ചതെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. കാരണം ഈ ഇലകളാണ് പശുക്കളും ആടും ആനയും എല്ലാ ജീവജാലങ്ങളും, നമ്മളും പൂർവികരായ ആൾക്കാർ മുഴുവനും ഇലക്കറികളാണ്. നമ്മുടെ ബ്രാഹ്മൺ സഹോദരങ്ങൾ, ബ്രാഹ്മൺസ് അല്ലെങ്കിൽ നമ്പൂതിരിമാരൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇലക്കറികളാണ്, വെജിറ്റബിൾസാണ്. ഞാൻ എൻ്റെ ഒരു വലിയൊരു അനുഭവം പറയാം കേട്ടോ. അതെന്തായാലും ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ മുറിവ് ചികിത്സയുമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ ചികിത്സ നടത്തുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മുറിവ് ചികിത്സ അനുഭവത്തിൽ, അതായത് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകടം മൂലമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഒരു മുറിവ് വന്ന ഒരു ബ്രാഹ്മൺസ് ആയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. എങ്ങനെ ഒന്നും കൂടെ ഒരു ബ്രാഹ്മണനായ ഒരു, അതായത് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ഈ ബ്രാഹ്മൺസ് എന്ന് പറയുന്ന ഒരു നല്ല നന്മയുള്ള ആൾക്കാരാണവർ. ആ ഒരു വിഭാഗത്തിലുള്ള ഒരു ആണിനെയോ ഒരു പെണ്ണിനെയോ ഞാൻ ഇന്ന് വരെ മുറിവിനെ ചികിത്സിച്ചിട്ടില്ല. ഉസ്താദ് ഏകദേശം എത്ര ലക്ഷം ആളുകളെ? അതായത് ഇപ്പം കയ്യിലും കാലിലും ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലുമായിട്ട് 8.5 ലക്ഷത്തിലധികം ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പോയിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ കാലുകൾക്കുള്ള മുറിവാണ്, മുറിച്ചു മാറ്റാനായ കാലുകൾ. അത്തരം ആളുകളെയാണ് ഞാൻ എപ്പോഴും ചികിത്സിക്കുക. അതായത് എല്ലാവരും ഒഴിവാക്കി, ആരും ചികിത്സിക്കാനില്ല, ആർക്കും പറ്റുന്നില്ല, ആർക്കും ഇതിൻ്റെ ദുർഗന്ധം കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള ഘട്ടത്തിലാണ് അവർ എന്നെ തേടി വരുന്നത്. എനിക്ക് അതിലൊരു വിഷമമൊന്നും തോന്നിയിട്ടില്ല. ഒരാളുടെയും മുമ്പിൽ ഇങ്ങനെ മരുന്ന് വെക്കുമ്പോഴോ അല്ലെങ്കിൽ തുടച്ച് മാറ്റുമ്പോഴൊന്നും എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല അവരുടെ അടുത്ത്. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ വല്ലതുമുണ്ടോ? വളരെ ലളിതം. ഇത് പ്രവാസിയുടെ ജോലിയാണോ? വളരെ ലളിതമായ ഒരു പ്രയോഗം പറഞ്ഞില്ല. നമ്മുടെ കസ്കസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ നോമ്പ് കാലത്തിലൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കും, ഒരു പൊടി കറുത്ത. ഈ കസ്കസ് നന്നായിട്ട് ഇടിക്കുക, അത് ഒരു തുണിയിലിട്ടിട്ട് നെറ്റിയിൽ വെച്ച് ചെറിയൊരു കെട്ട് കെട്ടുക, എടുക്കുക, സുഖമായിട്ട് ഉറങ്ങും. ഇനി അതല്ല, മറ്റൊരു പ്രയോഗമാണ് നല്ല ചന്ദനം അരച്ചിട്ട് നല്ലോണം തയ്ച്ചിട്ട് നെറ്റിയിൽ ഫുള്ളായിട്ട് പുരട്ടുക. ഈ കുറിവലിക്കുന്നത് പോലെ. ഇവിടെ ചിലർ തെറ്റിദ്ധരിക്കും, ഇവൻ ഞങ്ങളോട് ചന്ദനക്കുറി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ചന്ദനത്തിൻ്റെ അത്തറ് വരട്ടാലോ, എന്തുകൊണ്ട് ചന്ദനത്തിൻ്റെ അരച്ചിട്ടൂടാ? അതിന് കുറിയായിട്ട് കാണണ്ട, ചന്ദനം അരച്ച് നെറ്റിയിലിട്ടു, അത്ര കരുതിയാൽ മതി. മുഖം കരുവാളിപ്പ് മാറാൻ എന്താണ് മരുന്ന് ചോദിക്കുന്നുണ്ട്? ഈ വളരെ ലളിതമായ ഒരു പ്രയോഗം പറഞ്ഞുതരാം. ഒന്ന് ഇപ്പോൾ പറഞ്ഞ ചന്ദനം തന്നെ അരച്ചിട്ട് ആ കരുവാളിപ്പുള്ള സ്ഥലത്തിടുക. മറ്റൊന്ന്, അതിനോടൊപ്പം ഒരു മരുന്ന് കൂടെ കഴിക്കണം. ശുദ്ധമായ നാടൻ മഞ്ഞൾപ്പൊടി
1 ടീസ്പൂൺ മീനും 1 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിലും ഉച്ചയ്ക്കും രാത്രി ശേഷം 3 നേരം കുറച്ച് നാൾ കഴിക്കുമ്പോൾ തന്നെ കരിവാളിപ്പൊക്കെ പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉസ്താദിനോട് ചോദിച്ചത് 1 മണിക്കൂറാണ്. ഇപ്പോൾ സമയത്തായി എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്യട്ടെ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഉറക്കിൻ്റെ സമയമാണ് ഞാൻ കവർന്നെടുക്കുന്നത്. നൂർക്ക, ബാക്ക് പെയിൻ മാറാൻ വേണ്ടി വല്ല മരുന്നും ഉണ്ടോ എന്ന ചോദ്യം. ഇവിടെ ഒന്ന് ബാക്ക് പെയിൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപകടം അല്ലെങ്കിൽ ഉളുക്ക്, അങ്ങനെ കുറേ കാരണങ്ങളുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ് അങ്ങ് മാറ്റുക. സാധാരണ ഒരു അലയുടെ കട്ടലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നിലത്ത് ഒരു തുടിയ വയക്ക് വെച്ചിട്ട് കിടക്കുക. തലങ്ങാണി വലിയ തലയാണെങ്കിൽ അതൊരു മിതമായ തലകാണി ഉപയോഗിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ മാറും. ഇനി തൈലപ്രയോഗങ്ങളൊക്കെ വേണമെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ തന്നെ, നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന കറിക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത്, അത് ഒരു 50 മില്ലി വെളിച്ചെണ്ണയിൽ ഒരു 10-15 മില്ലി പച്ചവെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് തടവുക. അങ്ങനെ ചെയ്താലും ഒരുവിധം വേദനയൊക്കെ മാറും. ഉസ്താദ്, ഒരു ചോദ്യം, തലയിലെ നീർക്കെട്ട് മാറാൻ? ആദ്യം ആലോചിക്കേണ്ട, ഇത്തരം ആളുകൾക്ക് തുമ്മലുണ്ടാവാം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് വേദന ഉണ്ടാവാം. ഇതാണ് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ. ചിലപ്പം ചില ആളുകൾക്ക് തലകറക്കം ഉണ്ടാവും, കുറേ കാരണം. ഇതിലും വളരെ ലളിതമായ ഒരു പ്രയോഗം പറഞ്ഞുതരാം. ഒരു 100 മില്ലി വെളിച്ചെണ്ണ എടുക്കുക. ഒരു 10 തുളസിയുടെ ഇല, തുളസിയായാലും ഏത് തുളസിയായാലും വേണ്ടിയില്ല, ഈ തുളസിയില ഇടുക. എന്നിട്ട് അത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. അത് ഉരുളിയിൽ വേണം തിളപ്പിക്കാൻ. അതിനുശേഷം തിളച്ച് അതിന് ജലാംശം മുഴുവൻ വറ്റിക്കുക, ഇറക്കി വെക്കുക, അരിച്ചെടുക്കുക. ഒരു 2 ദിവസത്തിന് ശേഷം ഈ എണ്ണ തലയിൽ തേച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം കുളിക്കുക. അങ്ങനെ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന അവസ്ഥ മാറിക്കിട്ടും. അതൊരു ചോദ്യം, സംഘടനകളുടെ ചോദ്യമാണ്. ഷമീർ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ചോദ്യമാണ്. എനിക്കൊരു ജോലിയും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എൻ്റെ പ്രശ്നം, എൻ്റെ ഇടത് കൈ ഇടക്ക് ഊരി വരും. അവിടെ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് എവിടെയാലും ഇവിടെ വരണമെന്നൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു ഈ ഉഴിഞ്ഞ് കെട്ടുന്ന ഒരു ചികിത്സ ഉണ്ടല്ലോ, ഈ മർമ്മ ചികിത്സ, അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അവിടെ ആരോടും പോയാൽ തന്നെ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പൂർണ്ണമായിട്ടും മാറും, ബേജാറാക്കണ്ട. അപ്പോൾ ഉസ്താദ് വന്നാൽ മാറില്ലേ? മാറും, എവിടെയാലും. അതായത് ഉസ്താദ് വ്യാഴവും ബുധനാഴ്ചയും ഞായറാഴ്ചയും കോഴിക്കോട് രാമനാട്ടുകരയുടെയും പന്തീരങ്കാവിന്റെയും ഇടയില്ല. ഞാൻ നിങ്ങളെ ആരും ക്ഷണിക്കാത്ത കാരണം അല്ല, ഞാൻ ക്ഷണിക്കട്ടെ. അറപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, അവിടെ വന്നിട്ട് കണ്ടാൽ മതി. ഞാൻ ക്ഷണിക്കാത്തൊരു കാരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് ദയവായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയെ ഈ ലോകത്ത് സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആയിരുന്നു പണ്ട് നമ്മുടെ ഈ ലോകം മുഴുവനും. രോഗമില്ലാത്ത അവസ്ഥ, ആർക്കും രോഗമില്ല. നിങ്ങൾ നോക്കൂ, മനുഷ്യന് മാത്രമാണല്ലോ ഇത്തിരി പ്രശ്നങ്ങൾ. ഈ ഏതെങ്കിലും ഇവിടെ നമുക്ക് ചുറ്റും എത്ര ജീവജാലങ്ങളുണ്ട്, ആർക്കെങ്കിലും രോഗമുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ തലവേദന എടുത്തിരിക്കുന്ന ഒരു കാക്കയെ? നമ്മളെ മുഹമ്മദ് കാക്കാലും കാണുമല്ലോ. ആ ചോദ്യം അറിയാം, എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ തലവേദന എടുത്ത് ഇരിക്കുന്ന കാക്കയെ? രാവിലെ എനിക്ക് ചെറുപ്പം തലവേദന ഒന്നുമില്ല. അപ്പോൾ നമുക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് സ്വാഭാവികമായിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം, ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയും, ഉസ്താദേ ഒരുപാട് പബ്ലിസിറ്റി കിട്ടും എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും നിന്നു കൊടുക്കാറില്ല. കാരണം ആൾ വരിക എന്നുള്ളത് ഒരു ലക്ഷ്യവുമല്ല. എത്രയോ രോഗികളെ ദിവസം കാണുന്ന ഒരാളല്ല എനിക്കങ്ങനെ രോഗികളില്ലാത്ത അല്ലെങ്കിൽ ബിസിനസ് നടക്കാത്തൊരവസ്ഥയൊന്നും ഇല്ല. അങ്ങനെയൊന്നുമല്ല ഞാൻ. നമുക്ക് നമ്മുടെ മുന്നിലെത്തുന്നവരെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാം. അവരോട് എൻ്റെ സ്നേഹമാണ് ഞാൻ നൽകുന്നത്, ചികിത്സയല്ല. ഞാൻ പറയാറുണ്ട്, ഞാനൊരിക്കലും എൻ്റെ മരുന്ന് കൊണ്ടല്ല ഞാൻ നിങ്ങളെ ചികിത്സിക്കുന്നത്, എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ അത് സത്യമാണ്. ഉസ്താദ്, ഒരു ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എനിക്കും കൂടെ അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഉസ്താദ് പറഞ്ഞു തരുമോ? താരൻ മുടി കൊഴിച്ചിലും മാറാൻ? താരൻ മാറിയാലും മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് മാറും. വളരെ ചെറിയ പ്രയോഗമാണ്. കടുക് എടുക്കുക, നമ്മൾ സാധാരണ കറിയൊക്കെ കടുക്, അതിനോടൊപ്പം 2-3 തുളസിയിലയും ചേർക്കുക, കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഇത് താരനുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. തലയിൽ സോപ്പ്, ഷാമ്പു തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പൂർണ്ണമായിട്ട് മാറും. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി ഈ പ്രയോഗം. അതായത് കടുകും തുളസിയിലയും പച്ചവെള്ളം കൂട്ടി അരച്ചിട്ട് വരട്ടെ. ആഴ്ചയിൽ 1-2 തവണ ചെയ്താൽ
താരം മുഴുവനായിട്ട് മാറും. പിന്നെ ഈ താരൻ കൂടുതലായാൽ അതിന്റെ വിഷയങ്ങളെന്ന് പറഞ്ഞോളൂ. ഈ താരൻ ഇപ്പോൾ പലപ്പോഴും താരൻ്റെ ആധിക്യമാണ് ഈ ത്വക്ക് രോഗങ്ങൾ, പ്രത്യേകിച്ച് സൂര്യാസിസ് പോലുള്ള അവസ്ഥയിലേക്കൊക്കെ ക്രമേണ നീങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. തലയിലെ ഏതെങ്കിലും തരത്തിലുള്ള താരൻ പോലുള്ള ചൊറികൾ ചിരങ്ങൊക്കെ വന്ന് അവസാനത്ത് നേരെ ചെവിയിലേക്ക് വരും, ചെവിയിൽ നിന്ന് നേരെ ഇറങ്ങി കഴുത്തിലേക്ക് പോകും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. ശരിക്കും പഥ്യം പാലിച്ചുകൊണ്ട് ചികിത്സിച്ചാൽ മാത്രമേ അത് മാറും. അദ്ദേഹം പലരും ചോദിക്കുന്നത് പൂർണ്ണമായും മാറുമെന്നല്ലേ. നിങ്ങൾ പൂർണ്ണമായും മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പഥ്യം പാലിച്ചാൽ നിങ്ങൾക്ക് മാറും. ആരെയും ഔഷധാലയത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. അതിവിടെ ഞാനെപ്പോഴും കേൾക്കുന്ന ഒരു പഴി ഞാൻ പറയാം. ഇപ്പം സോറിയാസിസ്, ശരീരം മുഴുവനും സോറിയാസിസ് ബാധിച്ച രോഗികൾ, അത് 1 ഇഞ്ച് സ്ഥലം പോലും രോഗമില്ലാത്ത സ്ഥലമില്ലാത്തൊരു ശരീരവുമായിട്ട് വരുന്ന ഒരാളോട് ഞാൻ പറയാണ്, നിങ്ങൾ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം വീട്ടിൽ വിശ്രമിച്ചുകൊണ്ട് മരുന്ന് ചെയ്യണം. ഒരു 90% ആളുകളും ഈ ചികിത്സ പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചു പോകും. അവർ പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, അവരെ ആവശ്യം വേണമെങ്കിൽ ചെയ്യാനുള്ളൂ. അപ്പം ബാക്കി 10% ആൾ അത് കൃത്യമായിട്ട് പാലിക്കുകയും അത് കുറച്ച് വർഷങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് മാറുകയും പിന്നീട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും വരാത്ത രീതിയിൽ മാറിപ്പോവുകയും ചെയ്യും. ഇതാണ് എൻ്റെ അനുഭവം. എന്നാൽ ഈ മടങ്ങിപ്പോകുന്ന ആളുകളിൽ, അതായത് 6 വർഷം പറയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം പറയുമ്പോൾ ഇവൻ്റെ എന്ത് ചികിത്സയെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോയിട്ട് ചില ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എനിക്ക് തന്നെ കമൻ്റ് എഴുതും. അവിടെ വന്നിട്ട് നിൻ്റെ അടുത്ത് കാത്ത് കെട്ടിക്ക് എഴുന്നിട്ട് നീ എന്നോട് 5 വർഷം നിൽക്കാൻ പറഞ്ഞു, ആഴ്ചയിൽ വരാൻ പറയുന്നു, ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു നിങ്ങളെ 5 വർഷം ഇവിടെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് അതിൽ ലാഭം ഉണ്ടാവും? ഞാൻ നിങ്ങൾക്ക് വല്ല മരുന്ന് തന്നോ? നിങ്ങളോട് പഥ്യം എടുക്കാൻ പറഞ്ഞു, വളരെ ചെറിയ മരുന്നല്ലേ, അത് ഞാൻ പറഞ്ഞു കൊടുക്കലാണ് മിക്കവാറും ആളുകൾക്ക്. ചില ആളുകൾക്ക് ഒരു കുപ്പി തൈലം കൊടുക്കത്രേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളെ പൈസ ഉണ്ടാക്കലല്ല, നിങ്ങളുടെ രോഗം മാറണം, നിങ്ങൾക്ക് വേണം ചെയ്യാത്രേ ഉള്ളൂ. മിഥിലാദിന്റെ ക്വസ്റ്റ്യൻക്ക് മരുന്നുണ്ട്. മിഥിലാദിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എനിക്കറിയുന്ന ഒരു 5 വയസ്സുള്ള ആൺകുട്ടിക്ക് ജനിച്ച 6 മാസം മുതൽ മേലൊട്ടാകെ ചൊറിഞ്ഞു പൊട്ടുന്നുണ്ട്, എന്തെങ്കിലും പരിഹാരം ഉണ്ടല്ലേ? പൂർണ്ണമായിട്ടും മാറും, പരിഹാരമുണ്ട്. നൂറുദ്ദീൻ ഒന്ന് ഉസ്താദിനെ ശ്രദ്ധയിൽപ്പെടുത്തണം പ്ലീസ്. സ്പൈനൽ കോഡ് അട്രോഫി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഞങ്ങൾക്ക് അറിയില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അതിന്റെ സ്പൈനൽ കോഡ് എന്ന ബാക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട്, ഇതാണ് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ മലയാളം അറിയാമെങ്കിൽ വരിക. രണ്ടാമത്തെ കാര്യം, വായുവിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും, ഗ്യാസ് ട്രബിൾ അല്ലേ? ഓക്കെ, ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്, സോറി, ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ മിസ്സായതാണ്. പിന്നെ 2 വർഷത്തുള്ള ഹെർണിയക്ക് ഓപ്പറേഷൻ പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഓപ്പറേഷൻ ഇല്ലാതെ ഉസ്താദിന്റെ അടുക്കൽ വല്ല പരിഹാരവും ഉണ്ടോ? അടുക്കലല്ല, നിങ്ങൾ കുറച്ചു കാലം പഥ്യം പാലിച്ചുകൊണ്ട് ജീവിക്കും. നിങ്ങൾക്കതിൻ്റെ വ്യത്യാസവും അതിൻ്റെ അത്ഭുതവും കാണാൻ സാധിക്കും. ഇന്ന് എല്ലാവരും പറയുന്ന ഓപ്പറേഷൻ അല്ലാതെ അതിന് മാർഗ്ഗമില്ലാതാണ്. പക്ഷെ മാർഗ്ഗമുണ്ട്. നിങ്ങളൊന്ന് പഥ്യം പാലിക്കും, 1-2 വർഷം പഥ്യം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും വലിയ വ്യത്യാസങ്ങൾ അതിൽ കാണാം. എന്തൊക്കെയാണ് ഉസ്താദ് പഥ്യം? കാരണം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഒന്ന് വയറിളക്കുക, പൂർണ്ണമായിട്ടും സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക, നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പരിഹരിക്കുക. ഉസ്താദ്, പൈൽസും ബ്ലഡ് പോക്കും ഒരു മരുന്ന് പറയുമോ? വളരെ ലളിതമായ ഒരു പ്രയോഗം പറയും. കാരണം നിങ്ങളോട് കിട്ടാതെ കുറച്ച് ചെടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കറുത്ത എള്ള് ഒരു 10 ഗ്രാം വറുത്തെടുക്കുക. കറുത്ത എള്ള് 10 ഗ്രാം വറുത്തെടുത്തത് ഈ കറുത്ത എള്ളായിരിക്കണം, അതൊരു 10 ഗ്രാം. ഇത് 1 ഗ്ലാസ് നാടൻ പശുവിൻ പാലിൽ ചേർത്ത് രാവിലെ വെറും വയറ്റ് കഴിക്കാം. ഒരു 2-3 ദിവസം കഴിക്കുമ്പോൾ തന്നെ ഈ ബ്ലീഡിങ് അങ്ങ് നിൽക്കും. തുടർച്ചയായിട്ട് 48 ദിവസം ആ പ്രയോഗം നടത്തുകയാണെങ്കിൽ മലദ്വാര സംബന്ധമായ എല്ലാ രോഗങ്ങളെയും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ആക്സിഡന്റ് ആയ മുറിവിന്റെ അടയാളം പോവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമുണ്ട്. ഇപ്പോൾ അത് നല്ലൊരു ചോദ്യം കേട്ടോ. ഇത് ശ്രദ്ധിക്കണം എല്ലാവരും. പല ആളുകൾക്കും അപകടത്തിൽപ്പെട്ടിട്ട് വലിയ മുറിവുകളുണ്ടാവും, ചില വൈകൃതങ്ങളുണ്ടാവും. വൈകല്യങ്ങളല്ല, വൈകൃതങ്ങൾ. വികൃതമായ ഒരു ശരീര അവയവമായിട്ട് ജീവിക്കുന്ന ഒരുപാടാണ്. ഈയിടെ യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു രോഗിയിൽ ഒരു മരുന്ന് അദ്ദേഹത്തിന് നൽകിയപ്പോൾ
അത് സ്ത്രീയായിരുന്നു. അവർക്ക് ആ മരുന്ന് ഞാൻ അവരുടെ കാലിൽ വലിയ മുറിവായിരുന്നു, അതിനോടൊപ്പം തന്നെ ഒരു കുരുടിച്ച പോലത്തെ ഒരു അവസ്ഥ, മാംസം എൻ്റെ അടുത്തുണ്ട് ആ ഫോട്ടോസ്. അങ്ങനെ വന്നപ്പോൾ അത് പല ചികിത്സകൾ ചെയ്തിട്ടും മാറില്ല. പക്ഷെ ഞാനൊരു മരുന്ന് യാദൃശികമായിട്ട് അവർക്ക് കൊടുക്കുകയും അത് പൂർണ്ണമായിട്ടും ആ വൈകൃതം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള വൈകല്യങ്ങൾ അല്ല വൈകൃതങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. പലരും ചോദിച്ചിരുന്നു സോറിയാസിസ് മാറുപോയെന്ന്. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. അതുപോലെ മുറി ഉണങ്ങുമെന്ന്. ആദ്യം ഉമ്മാൻ്റെ മുറി ഉണങ്ങുന്ന കാണിക്കാം. എൻ്റെ അഫാൻ കാണിക്കുന്നത്. അഫാൻ എടുത്തു. സോറിയാസിന്റെ ഒരു ഭീകരമായ അവസ്ഥയുമായിട്ടായിരുന്നു അഫാൻ എന്ന് പറയുന്ന 15 വയസ്സുകാരൻ. അദ്ദേഹം ഏകദേശം 20 വയസ്സിൽ വന്നുകൊണ്ട് ഇപ്പോഴത്തെ വയസ്സ് എനിക്ക് 15 വയസ്സിൽ വന്നു. പിന്നീട് അത് ഈ 5 വർഷം വീട്ടിൽ തന്നെ ഇരുന്നു. ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് ഭേദമായി. ഇവൻ 5 ദിവസം കാണാൻ വന്നിരുന്നു. ഇല്ല, അവസ്ഥ കാണാൻ വന്നത് എൻ്റെ അടുത്ത് 23 ദിവസം. അതാണ് സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം ഭേദമാകുമോ എന്ന് ചോദിച്ച ആളുകളുടെ മുമ്പിലേക്ക് അഫാൻ എന്ന് പറയുന്ന ഒരു മോനെ കാണിച്ചു തരാം. അത്രയും സങ്കടകരമായ അവസ്ഥയിൽ അഫാൻ ഉസ്താദിന്റെ അടുത്ത് വരുമ്പോൾ എല്ലാ ആളുകളും, അതായത് അത്രയും വല്ലാത്തൊരവസ്ഥയായിരുന്നു അവനെ. പക്ഷെ ഉസ്താദ് ആ കുട്ടിയെ മടിയിലേക്ക് ഇരുത്തി. ആ കുട്ടിയെ മടിയിൽ ഇരുത്തിയിട്ട് സ്നേഹത്തോടെ അവനോട് സംസാരിച്ചു. ഇതായിരുന്നു അഫാന്റെ അവസ്ഥ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ അവസ്ഥ, അഫാന്റെ അവസ്ഥ കാണുന്നില്ലേ? കൈ കാണുന്നില്ലേ? കാണുന്നില്ലേ? ഐഫോണില്ലാത്ത ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. അഫാന്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ? മൊത്തം, അതായത് ഒരു പൊടി ഇങ്ങനെ പാറുന്ന ഒരു അവസ്ഥയായിരുന്നു അഫാൻ്റെത്. അപ്പോ ഈ അവസ്ഥയിൽ നിന്ന് അഫാൻ എത്ര ദിവസം കൊണ്ട് അങ്ങനെ മാറിയേ? 23 ദിവസം. എനിക്ക് എത്ര വർഷം ചികിത്സ പറഞ്ഞേ? 5 വർഷം. 5 വർഷത്തെ ചികിത്സ പറഞ്ഞ അഫാന് 23 ദിവസം കൊണ്ട് അതേ അഫാൻ എങ്ങനെയാ നോക്കണം നിങ്ങൾ കണ്ട ആ അഫാൻ കറക്റ്റാ. ഈ അഫാൻ അത്രയും പ്രയാസത്തോടെയുള്ള അഫാൻ 25 ദിവസം കൊണ്ടാണ് 23 ദിവസം കൊണ്ടാണ് ഇങ്ങനെ ആയത്. അവന്റെ ഉമ്മയും അവനെ നിൽക്കുന്ന വളരെ പുഞ്ചിരിയോടെയുള്ള ഒരു ചിരി, ഇതൊക്കെ ഞാൻ കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചതാണ്. ഇനി മുറിവ്, ഞാൻ കണ്ട മുറിവിന്റെ ഒരവസ്ഥ കാണിച്ചു തരാം. ഉസ്താദേ, ഇന്ന് വന്ന ഉമ്മയുടെ മുറിവുണ്ടല്ലോ, അതൊന്ന് കാണിച്ചു തരുമോ? ഇന്ന് വന്ന ഉമ്മയുടെ മുറിവ് അത്ര അടുത്ത് കാണിക്കരുത്, അപ്പം വീഡിയോന്റെ കണ്ടന്റ് പ്രശ്നം വരും. മറ്റേ ഫോണും കണ്ടിട്ടുണ്ടല്ലോ. ഇത് അതായത് അവരുടെ മുറിവ് അത്രയും ആഴത്തിലുള്ള ഒരു മുറിവ്. ആ മുറിവിൽ ഒരു വിരൽ മുറിച്ചു മാറ്റി, ഇടത്തെ കാലിന്റെ ഒരു വിരല് മുറിച്ചു മാറ്റി, ഒരു കത്രിക മുഴുവനായിട്ട് മുക്കാൽ അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അവർ വന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. എത്ര ദിവസം കൊണ്ട് വന്നു ഉസ്താദ്? 2 മാസം. 2 മാസം കൊണ്ട് ആ ഉമ്മയുടെ മുറിവ് മാറിയ നിങ്ങൾ അറിയണം. അപ്പോ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനത്തെ കാണിച്ചു തരാം. ഇല്ല, ഇപ്പൊ കണ്ടല്ലോ നമ്മള്. ആ മൊബൈലിൽ കാണിച്ചത് മറ്റേ ഫോട്ടോ. ഇതിവിടെ കാണിച്ചിട്ട് ഇത് കണ്ട നിങ്ങൾ ഈ അവസ്ഥ. ഞാനത് അത്ര അടുത്ത് കാണിക്കാത്തത് ഇല്ലല്ലേ? ഈ ഒരു അവസ്ഥ നിങ്ങൾ കാണണം. ഈ അവസ്ഥയായിരുന്നു ആ ഉമ്മയുടെ മുറിവിന്റെ. ആ ഉമ്മ കുറച്ച് നോക്കിയാൽ മതി. ആ ഉമ്മ ഇന്ന് വന്നിട്ട് ഇന്നത്തെ ആ ഉമ്മയുടെ ഒരു പുഞ്ചിരിയും അവരവസ്ഥ, ആദ്യത്തെ അവസ്ഥ വരുമ്പം ഇതായിരുന്നു ഉമ്മയുടെ മുഖഭാവം. ഇതായിരുന്നു ഉമ്മയുടെ അവസ്ഥ. വളരെ ദയനീയമായ അവസ്ഥ. ഒരുപാട് ചികിത്സകൾ ചെയ്തു. അവസാനം കാല് തന്നെ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം. എന്നിട്ട് ഇന്ന് ആ ഉമ്മ വന്നപ്പം ആ കാലിൽ ചെറിനോഫൽ ഇപ്പൊ ചോദിക്കാം. ഇന്ന് ഉമ്മയുടെ 2 മാസം കൊണ്ട് നിങ്ങൾ കണ്ട ആ കാല് ഉണങ്ങി. 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും ഉണങ്ങി. ആ ഉമ്മയുടെ ഒരു ചിരിയൊക്കെ കാണണം.
ഇതുപോലെ നേരെ അനുഭവങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് നമ്മൾ ഇതൊക്കെ പറഞ്ഞത്. ആ ഉമ്മയുടെ ഫോട്ടോസും ഇതിലെ ഫോട്ടോ ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അവരിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ആ ഉമ്മയും കുടുംബവും അവരുടെ മകളെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലേ, റവന്യൂ വകുപ്പൊക്കെ ജോലി ചെയ്തൊരു മോളാറ്റാണ്. അപ്പോ ചെറിയ നോഫൽ, നിങ്ങളുടെ ചോദ്യം ഒന്നും കൂടെ ചോദിച്ചോളൂ. എന്താണ് നിങ്ങളുടെ ചോദ്യം? ഒന്നും കൂടെ ചോദിക്കൂ, കേൾക്കട്ടെ. ഒന്നും കൂടെ ചോദിക്കൂ. ഏകദേശം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 3.5 വയസ്സുള്ള കുട്ടിക്ക് ഷുഗർ പ്രോബ്ലം ഉണ്ട്, ഉസ്താദിന്റെ അടുത്ത് ചികിത്സ ഉണ്ടോ? ഷുഗർ ചില സമയത്ത് 600-ന് മുകളിൽ വരും, ചിലപ്പോൾ 70-ന് താഴെ വരും. ഇപ്പോൾ ദിവസവും 5 പ്രാവശ്യം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. 3.5 വയസ്സുള്ള കുട്ടിയാണ്. അതെ, വഴികൾ എന്തെങ്കിലും ഉണ്ടാവും, പക്ഷെ നിങ്ങളൊക്കെ ഞാൻ പറയുന്നൊരു അവസ്ഥയിലേക്ക് മാറുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം നിങ്ങളിപ്പം ഓൾറെഡി പഠിച്ചു വെച്ചൊരു സാധനം ഉണ്ടാവുമല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ. നിങ്ങളെ മറ്റ് ചികിത്സയിൽ പറഞ്ഞ് പഠിപ്പിച്ചൊരു സാധനം ഉള്ളിടത്തോളം കാലം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ അതിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികതയിൽ സംശയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യത കുറവാണ്. എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ ഞാൻ അതിനുള്ള മാർഗം ഉണ്ടെങ്കിൽ കണ്ടാൽ അത് പറയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ആരാ ഔഷധാലയത്തിൻ്റെ നമ്പർ കൊടുക്കാം. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ച സമയം വളരെ കുറച്ചായിരുന്നു. ഇന്നലെ ഇദ്ദേഹം മലപ്പുറം ഇവിടെ ഇല്ലായിരുന്നു, കാസർഗോഡായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. അങ്ങനല്ല, ഇന്നലെ ഞാൻ കാസർഗോഡ് ഇവിടെ എത്തി രാത്രി 2 മണി, കിടന്നത് 4 മണിക്കാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ വീണ്ടും അടുത്ത വർക്ക്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് അറിയിച്ചിട്ട്. പക്ഷെ എനിക്കില്ല, നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഒരു ക്ഷീണവും വന്നിട്ടില്ല, ഒരു വിഷമവും വന്നിട്ടില്ല. ഞാൻ കാരണം എൻ്റെ സഹോദരങ്ങളായ ആൾക്കാരോടാണല്ലോ സംവദിക്കുന്നത്, അവർക്ക് വേണ്ടിയാണല്ലോ ഈ രാത്രി സംസാരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം സാറേ. കാല് വിണ്ടു കീറി ഇടയ്ക്കിടെ രക്തം വരുന്നു, കാലിന്റെ മുകൾ ഭാഗത്തും അലർജി പോലെ തൊലി പോകുന്നു. വയറിളക്കി വെജിറ്റേറിയൻ ആവുക, പച്ചമഞ്ഞൾ അരച്ച് പുരട്ടുക, സ്ഥിരമായിട്ട് കുറച്ച് കാലം ചെയ്യേണ്ടി വരും, പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് നല്ല സന്തോഷത്തിലാണുള്ളത്, ഒരു വിഷമവും ഇല്ല കേട്ടോ. എന്നെ ഇങ്ങനെ ഈ കിട്ടുക എന്ന് പറയുന്നത് ശരിയാണ്, ഇപ്പം പറഞ്ഞ പോലെ എന്നെ കിട്ടൂല. പക്ഷേ ഇവന് വേണ്ടിയിട്ട്, ഈ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാടിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി അവനോടുള്ള സ്നേഹം കാരണം പ്രയോജനപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങളെ കുറച്ച് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നേരത്തെ ഇപ്പം പറഞ്ഞതുപോലെ സ്മൈലി, കമന്റോളികൾ, സ്മൈലോളികൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം. ഉസ്താദ് നമ്മളോട് ഇത്രയും സംസാരിച്ചതിന് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട്. ഉസ്താദ് എപ്പോഴും പറയും പോലെ ഒരു നന്മ നടക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഉസ്താദിന്റെ വലിയ പ്രാർത്ഥന. ഉസ്താദെ, ഷിബിൻ കീഴ്ശ്ശേരി എൻ്റെ ഒരു ഫ്രണ്ടാണ്, അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ. ഉസ്താദിനെ ഒരു ദിവസം മീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തുടങ്ങിയ അപ്പം മുതൽ ഫസ്റ്റ് ലൈവ് മുതൽ ഇപ്പം വരെ കാണുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരനാണ്, നല്ല ഫ്രണ്ടാണ്, നല്ല നന്മയുള്ള യുവാവാണ്. ഷിബിൻ കീഴ്ശ്ശേരി എന്ന പേര്. ഒരു ഹായ് പറഞ്ഞേക്ക്. ഷിബിൻ നല്ല സന്തോഷത്തിലുണ്ട്. ഷിബിന് മാത്രമല്ല, എല്ലാവരും ഒരുപാട് ആളുകൾ ലൈവിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു, എൻ്റെ ഇഷ്ടം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ ഉസ്താദിന്റെ ലൈവ് പറഞ്ഞിട്ട് നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഉസ്താദിനോട്. ഉസ്താദിന്റെ ജീവിതത്തിലുള്ള ആഴ്ചയിൽ 1 മണിക്കൂർ വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസമൊക്കെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവാസികൾക്ക്. അതിന്റെ ഞാൻ ടൈമൊക്കെ അറിയിച്ചിട്ട് ഞാൻ സമയമൊക്കെ തരാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതം വളരെ ലളിതമാണ്. നിങ്ങളുടെ അഹങ്കാരം നിർത്തുക, അഹങ്കാരമൊക്കെ നിർത്തൂ. നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ നിർത്തൂ. ആഘോഷമൊക്കെ ചെറിയ രീതിയിലാക്കുക, അഹങ്കരിക്കാതിരിക്കുക, ആരോടും ദേഷ്യവും വെറുപ്പൊന്നും. എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാനതിനൊക്കെ എന്ത് ചെയ്യുന്നറിയോ, പറയേണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയും. പക്ഷെ പിന്നെ അവിടെ വിട്ട് ഞാൻ എത്രയോ ആൾക്കാർ ശത്രുക്കളായിട്ട് അറിഞ്ഞും അറിയാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാറില്ല. കാരണം എനിക്കത് അറിയില്ല അവരെക്കുറിച്ച് ആരാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങളും ഒന്ന് ലളിതമായിട്ട് ജീവിക്കുമോ. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വാപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയൊക്കെ നോക്കുന്ന നല്ല മക്കളായിട്ട് മാറുക.
അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പലരുമുണ്ട്, അത് അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരില്ലേ. പക്ഷെ നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കോ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കും. അല്ലാണ്ട് ഭാര്യ, ഭർത്താവ്, മക്കൾ, സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കേട്ടോ, ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു സംഗതിയാണത്. ഒരു കാര്യമില്ല, വേസ്റ്റ്. അത്യാവശ്യം ഭാര്യയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്ക്, അത്ര തന്നെ. അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്കാന്നല്ലാണ്ട് ഇവർ തന്നെയാണ് നമ്മുടെ ലോകം എന്ന് ധരിച്ചു പോയാൽ ഞങ്ങളുടെ ജീവിതം വെള്ളത്തിലാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവരെ നോക്കുക. അവരെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം വരുമെന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ ആകത്തുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ച പാഠം അതായിരുന്നു. മാതാപിതാക്കളുടെ മുമ്പിൽ ഉപ്പ എപ്പോഴും പറയും, മാതാപിതാക്കളുടെ മുമ്പിൽ നീ തോറ്റാൽ ഈ ലോകത്തിന് മുമ്പിൽ നീ ജയിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ജയിക്കുന്നു എന്നെ പഠിപ്പിച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ മുമ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ ജയിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊക്കെ സാധിക്കുമെന്നാണ്. ഉപ്പാനും ഉമ്മാനും അച്ഛനും അമ്മയൊക്കെ അവരെ ഇഷ്ടപ്പെട്ട് അവരെ സ്നേഹിച്ച് അവർ പറയുന്നത് കേട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അവരുടെ പൊരുത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും. എന്നൊരു സംഭവം ഉണ്ടായി. 74 വയസ്സുള്ള നൗഷാദ് ബാബുവിൻ്റെ ഉപ്പ ഔഷധാലയത്തിൽ വന്നിട്ട് അവിടുത്തെ നൗഷാദ് ബാബു ഉപ്പയുടെ കാലിങ്ങനെ പിടിച്ചിട്ട് മരുന്നൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ വന്യ വയോധികൻ ഈ 54-കാരനായ ഉസ്താദിനെ പിടിച്ചിട്ട് 2 കവളിലും മുത്തം കൊടുത്ത് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്ത് പോകുമ്പോൾ മനസ്സറിയാതെ കണ്ണും മനസ്സും ഹൃദയമൊക്കെ നിറഞ്ഞുപോയി. ആ ഉമ്മ, ഏകദേശം ആലുവയിൽ വന്ന ഈ ഉമ്മ എത്രമാത്രം മനോഹരമായിട്ടാണ് പുഞ്ചിരിച്ചത്. ഞാൻ ഉസ്താദ് മലപ്പുറം ജില്ലയിലെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര ഭാഗ്യമുള്ള മനുഷ്യനാണ്, ഇന്ന് എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും, അത്രമാത്രം പാവങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് കാരണക്കാരനായില്ലേ. ഉസ്താദ് പറഞ്ഞു, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും നല്ല സുഖമുള്ള ഓർമ്മകൾ ഇതാണ്. ഇപ്പോഴും എൻ്റെ ഈ വലത് സൈഡിൽ ഈ തറയിലാണ് ഉസ്താദ് കിടക്കുക. ഇതുപോലെ 4-5 വീടുണ്ടല്ലോ, എവിടേക്കോ വീടൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഉസ്താദ് നിലത്ത് കിടക്കാനും ഇങ്ങനത്തെ വസ്ത്രം ഇടാനും എത്ര 12 അവാർഡുകൾ ഈ ചുമരുകൾ, ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചാൽ ഈ ചുമരുകളിൽ കാണുന്ന അവാർഡുകൾ, ഈ മനുഷ്യന് കിട്ടിയ അവാർഡുകൾ. എങ്ങനെ ഒരു മനുഷ്യൻ വിനയാന്വിതനാകാം, എങ്ങനെ ഒരു മനുഷ്യന് സ്നേഹത്തിൻ്റെ മുൻപിൽ തോൽക്കാം. അതെ, നമുക്ക് സ്നേഹത്തിൻ്റെ മുൻപിൽ തോൽക്കാൻ പറ്റും. സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മൾ വല്ലാതെ തോക്കും. പക്ഷേ ചില ആളുകളെങ്കിലും വ്യാജ മരുന്നുകൾ ഉണ്ടാക്കി വ്യാജ പ്രചരണം നടത്തി ഈ ദുനിയാവിൻ്റെ വഴിക്ക് ഓടി എന്തൊക്കെയോ നേടിയെന്ന് അഹങ്കരിക്കുമ്പോൾ പന്തീരങ്കാവ് ഔഷധാലയത്തിൽ ഒരു മനുഷ്യൻ 8.5 ലക്ഷത്തോളം കൈകളെയും കാലുകളെയും ഹൃദയങ്ങളെയും സ്നേഹിച്ച് ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ വളരെ മനോഹരമായിട്ട് സൈനബ ഉമ്മ മന്ദിർ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ 12ഓളം കിണറുകൾ ഉണ്ടാക്കിക്കൊണ്ട്, 72ഓളം കുട്ടികൾക്ക് രക്ഷിതാവായി, 19ഓളം ഉമ്മമാർക്ക് മകനായി, ഉമ്മമാരെ ദത്തെടുക്കുന്ന ഒരു മനുഷ്യൻ, വർഷങ്ങളായിട്ട് അത്താഴപ്പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ഈ കൊറോണ കാലം ഇപ്പോൾ കഴിയാണ്, പുതുതായിട്ട് വീണ്ടും അത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇവിടെ ഒന്ന് പറയാനുണ്ട്. ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് തെരുവിൽ ഭക്ഷണ വിതരണം ഞാൻ ചെയ്തു വരികയാണ്. കാരണം ഞാൻ ശരിക്കും ഒരു തെരുവിൻ്റെ സന്തതിയാണ്. ഒരുപാട് നാൾ തെരുവിൽ ഭക്ഷണമില്ലാണ്ട് അലയാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാനും എൻ്റെ ഉമ്മയും ഒക്കെ. തെരുവിലായിരുന്നു കുറേ കാലം ജീവിച്ചത്. അപ്പോൾ അന്നുള്ള അനുഭവം പിന്നീട് പഠിച്ചത് എല്ലാ അനുഗ്രഹവും പഠിച്ചത് തന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പിന്നീട് തെരുവിൽ ഭക്ഷണം കൊടുക്കുക. അതിപ്പം കഴിഞ്ഞ 11 വർഷമായിട്ട് തെരുവിൽ ഭക്ഷണം കൊടുക്കുകയാണ്. അതിനായിട്ട് പ്രത്യേക വാഹന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് ഈ കൊറോണ വന്ന സമയത്ത് അത് എല്ലായിടത്തും ബ്ലോക്ക് ആയതുപോലെ അത് നിന്നുപോയി. അത് പിന്നീട് ഈ കൊറോണൻ്റെ നിയമം
ഈ സംവിധാനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം അത് നിർത്തി ഭക്ഷണ തെരുവിൽ കൊടുക്കാൻ പറ്റാണ്ടായി. അത് വീണ്ടും ഈ മാസം സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഫെബ്രുവരിയിൽ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അതിനു വേണ്ടി ഒരു വാഹനം ഞാൻ തയ്യാറാക്കി. അതിൽ എൻ്റെ സുഹൃത്തുക്കൾ, അത് കോഴിക്കോട് ജില്ലയിലാണ്, അത് കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് തന്നെയാണ്. കോഴിക്കോട് നിന്ന് തെരുവിലേക്ക് എല്ലാ ദിവസവും ഭക്ഷണവുമായിട്ട് പോകുന്ന ഒരു വാഹനം. അതിൻ്റെ ഉദ്ഘാടനം പിന്നീട് അറിയിക്കുന്നതാണ്. എനിക്ക് നൂറുദ്ദീനെ തന്നെ ഒരുപാട് കാലമായിട്ട് അറിയാം. പക്ഷെ എനിക്ക് നൂറുദ്ദീനെ അറിയില്ല, കുറച്ച് ദിവസങ്ങൾ മാത്രം പരിചയമുള്ള സൗഹൃദം. പക്ഷെ അവനിൽ നന്മ കണ്ടപ്പോൾ എനിക്കിപ്പം ആരെ വേണമെങ്കിലും ഉദ്ഘാടനത്തിൽ വിളിച്ചാൽ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് അവരൊക്കെ കൊണ്ടുവയ്ക്കാൻ എനിക്ക് സാധിക്കും. പക്ഷെ അതൊന്നുമല്ല, നന്മയുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനെ ഈ നൂറുദ്ദീനാണ് ആ ചടങ്ങ്, ആ വാഹനത്തിൽ ആദ്യ ഭക്ഷണ വിതരണം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നൂറുദ്ദീൻ്റെ കൈകൾ കൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം. അത് ഇവൻ നന്മയുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരുപാട് ആൾക്കാർ എന്നെ തേടി വരും. ആ വരുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും പല മീഡിയയിലുള്ള ആൾക്കാരായിരിക്കും. TV ചാനലുകൾ, അല്ലെങ്കിൽ പത്രപ്രവർത്തകർ, അല്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മീഡിയാസിലുള്ള ആൾക്കാർ വന്നിട്ട് പലർക്കും പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. എന്നാൽ അപൂർവം ചില ആളുകളുണ്ട്, ഒരു ലക്ഷ്യവും അവർക്കില്ല. അവർക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നന്മയുള്ള പ്രവർത്തനം എവിടെയെങ്കിലും നടക്കുമ്പോൾ അതൊന്ന് പൊതുജനത്തിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നന്മയുള്ള ഒരാളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഏറ്റവും നന്മയുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന അത്താഴ പുണ്യം എന്ന് പേരിട്ടുള്ള ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ചെയ്തു വരുന്ന തെരുവിൽ ഭക്ഷണം കൊടുക്കും. തെരുവിൽ ആർക്കാണ് ഭക്ഷണം? ഭിക്ഷ എടുക്കുന്ന ആളുകൾക്കല്ല, രക്ഷ തേടുന്ന കുറേ ആൾക്കാരുണ്ട്. മാനസിക രോഗികൾ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത തെരുവിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കുള്ള ഭക്ഷണ വിതരണത്തിൻ്റെ പേരാണ് അത്താഴപുണ്യം. അതിൻ്റെ പുതിയ ഒരു ഇത് ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഈ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാടാണ്. അത് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ സാധിച്ചു, ഭയങ്കര സന്തോഷം തോന്നുന്നു. രാത്രി എല്ലാവരും ഉറങ്ങാൻ പോവുകയാണല്ലോ. അതിന് മുമ്പേ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ വലിയ ആളൊന്നുമല്ല. പക്ഷേ ഉസ്താദിൻ്റെ നന്മകൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ നന്മ വനം ഇദ്ദേഹമായിരിക്കാം. സ്വന്തം അധ്വാനത്തിൽ നിന്ന് അദ്ദേഹം രോഗികളെ ചികിത്സിച്ചുണ്ടാക്കുന്ന ഫണ്ടിൽ നിന്ന് ഉമ്മയുടെ പേരിൽ വീടുകളുണ്ടാക്കി, കിണറുകളുണ്ടാക്കി, 72 കുട്ടികളെ നോക്കുന്ന, 19 ഉമ്മമാരെ നോക്കുന്ന, ഇപ്പോഴും എത്രയോ രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സ നൽകുന്ന ഒരു ഉസ്താദ്. അപ്പോൾ ആ ഒരു വലിയ മനുഷ്യന്റെ അടുത്തിരിക്കാൻ നമ്മൾ യോഗ്യനൊന്നുമല്ല ഒരു രീതിയിലും, കേട്ടോളൂ, ഒരു രീതിയിലും. എങ്കിലും ഒരു നന്മയാണല്ലോ, ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നാളെ എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കും, നിനക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, നിനക്കൊരു എല്ലാ കഴിവും ഞാൻ നൽകിയിട്ട് നീ ഇൻഷാ അല്ലാഹ് വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ പ്രാർത്ഥന സൈനബ ഉമ്മ ഇന്ന് സ്വർഗത്തിൽ ഇതൊക്കെ കാണുന്നുണ്ടാകും. ഉമ്മർ ഉപ്പാപ്പ കാസർഗോഡ്, ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ 98 വയസ്സായി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇപ്പോഴും വളരെ ആരോഗ്യ ദൃഢഗോത്രനായി വളരെ മനോഹരമായി പ്രകൃതിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ വിചാരങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഇൽമ് പറയുന്ന വലിയ അറിവാളിയായ വലിയൊരു മനുഷ്യൻ്റെ ഒരു മകനാണ് ഈ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. സർവശക്തനായ സർവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന. ചില ആളുകളെങ്കിലും ക്ഷീരമുള്ളൊരു അകിടിന് ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതായത് പശുവിൻ്റെ അകിടിൽ എത്രയോ പാലുണ്ടാവും, ആ പാല് കുടിക്കില്ല, അവർക്ക് ആവശ്യം ചോരയാണ്. പിന്നെ ഇപ്പം അതിനകത്തൊരു കമന്റ് കണ്ടു, നന്മ മരങ്ങളുടെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരേണ്ടത് തന്നെ അല്ലേ നിഷാദ് തെയ്യമ്പാട്ടി. ആയിക്കോട്ടെ, ഇത് നല്ല ചോദ്യം, നല്ല ചോദ്യമാണ്, നല്ല കമന്റാണത്. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, നിങ്ങൾ എന്നെ നന്മ മരമായിട്ട് കാണരുത് കേട്ടോ. കാരണം എന്താ അറിയോ, ഇത് ഞാൻ ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ എന്നൊന്നും എനിക്ക്
വലിയ ഉറപ്പില്ല. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ ഇതിനൊരു ക്വസ്റ്റ്യൻ, ഞാൻ ആളുടെ പേര് പറഞ്ഞാൽ ഓ വൈറലാവും. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയുന്ന നന്മമാരും അങ്ങനത്തെ ഒരു മണ്ണാങ്കട്ടൊന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. പിന്നെ തെറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആക്ഷേപിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. കാരണം പറയുമോ, എൻ്റെ പരിപാടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തെറ്റിലേക്കൊന്നും പോകുന്നതല്ല. എനിക്ക് ദൈവം പഠിച്ചവൻ അള്ള തന്ന വലിയ അനുഗ്രഹമാണല്ലോ ഈ ചികിത്സ. അതിൽ ഞാൻ കണ്ടെത്തുന്ന ഒരു ലഹരിയുണ്ട്. എനിക്ക് ലഹരി കള്ളടിച്ചിട്ട് കിട്ടേണ്ട ആവശ്യമില്ല, കഞ്ചാവ് അടിച്ചിട്ട് കിട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്ത്രീ സൗഹൃദമൊന്നുമില്ല ഭായി. എനിക്കൊരു എൻ്റെ ഇഷ്ടമുള്ളൊരു പെണ്ണുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല, ഇതൊക്കെ ചില നിങ്ങളൊക്കെ നല്ല ആളുകൾ ഇത്ര സമയം കണ്ടു, നല്ല മനോഹരമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പൊ 12:30 മണിയായി, 1 മണിയായി ഉസ്താദെ. അപ്പൊ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഉസ്താദിന്, ഒരുപാട് സമയം കട്ടെടുത്തു. അല്ല, നേരത്തെ എന്തെങ്കിലും പറയാൻ വന്നല്ലോ. ഞാൻ പറയാൻ വന്നത്, ഉസ്താദെ കുറച്ച് നായ്ക്കരണ പൊടി കിട്ടുമോ, മറ്റേ ചങ്ങായില്ലേ കുരക്കുന്നത്, ഓൾക്ക് കൊടുക്കാൻ ഒരാളുടെ കമന്റാ. പക്ഷെ ഓരോ പേര് ഞാൻ പറയുന്നില്ല, ഉസ്താദും പറയരുത്. അല്ല, ഞാൻ പറയുന്നത് ഈ ചാരിറ്റി മേഖലയിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയാണല്ലോ. ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് പക്ഷത്തുമുള്ള, അതിനിപ്പോൾ ശരിയായാലും തെറ്റായാലും, ഇപ്പോൾ ഫിറോസിനെ കുറ്റം പറയുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത്, നൂറുദ്ദീനെ കുറ്റം പറയുന്നത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ കലഹിച്ചിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും, നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലാണ്ട് നിങ്ങൾ വരും. നിങ്ങളുണ്ടല്ലോ, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്ക് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും എനിക്ക്. നിങ്ങളൊന്ന് എന്താണ് ജീവിതം എന്ന് പഠിച്ചാൽ മതി, തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ ഒരു ദിവസം ഞാൻ ചികിത്സിക്കുന്ന എൻ്റെ ചികിത്സയിൽ വന്നിട്ട് അവിടെ ഒന്ന് ഇരിക്കും നിങ്ങൾ കുറച്ച് സമയം. എന്താണ് മനുഷ്യനെന്ന് നിങ്ങൾ മനസ്സിലാവും. എനിക്ക് ഇത്തരം ആളുകളോട് പറയാനുള്ളത്, തമ്മിൽ കലഹിക്കുന്ന, നന്മയായാലും തിന്മയായാലും രണ്ട് കൂട്ടരായാലും ആരായാലും ശരി. ഇപ്പോൾ ചില ആൾ പരസ്പരം അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ട് കൂട്ടരും, അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രതിരോധിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ തീരുന്ന പ്രശ്നം എന്നതുള്ളൂ. ഒരു ചെറിയൊരു രോഗം വന്നാൽ മതി, നിങ്ങളൊക്കെ സൈഡായി പോകും. ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ വിറച്ചു പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ ജനം ഇങ്ങനെ വിറച്ചു പോകും. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള അമ്മമാരും ഉമ്മമാരും അയാളുടെ പേര് പറയും. അയാൾ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പേടിച്ച് പറിച്ച് ഉറങ്ങിപ്പോകും എന്നാണ്. അത്ര ഭീകരനെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിലുണ്ടായിരുന്നു. എല്ലാവരും വിറപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് നാളുകൾ ഞാൻ അദ്ദേഹത്തെ 2-3 പ്രാവശ്യം നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയി കണ്ടതല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള, അദ്ദേഹം തന്നെ പണിത് ഉയർത്തിയ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ചികിത്സക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ ആ പരിസരത്ത് ആ ചികിത്സയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ക്രൂരനെന്ന് അല്ലെങ്കിൽ ശൗര്യനെന്ന് ശക്തനെന്ന് പറഞ്ഞിരുന്ന ആ നേതാവിൻ്റെ, ആ രാഷ്ട്രീയ നേതാവിൻ്റെ ദയനീയമായ ഒരു ജീവിത അവസ്ഥ ഞാൻ കണ്ടു. എനിക്ക് സങ്കടം തോന്നി. ഇയാളെ ഇങ്ങനെ പേടിച്ച് വറച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ കാണുന്ന, അന്ന് ആ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദയനീയമായ മുഖം കണ്ടിട്ട് എനിക്ക് ദുഃഖം തോന്നി. അന്ന് ഞാൻ മറ്റൊരു കാഴ്ചയും കൂടെ കണ്ടു. അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള പരിചാരകരിൽ ഒരാൾ
അദ്ദേഹം ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന വഴിയിലൂടെ ഈ പരിചാരകരിൽ ഒരാളിങ്ങനെ പോകുന്ന സമയത്ത് ഈ പരിചാരകൻ എന്താ ചെയ്തറിയോ, അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ഡാ ഇങ്ങനെ ആക്കിയിട്ടു, ഡാ ഇങ്ങനെ ആക്കിയിട്ട് ഒരു അടി അടിച്ചെന്ന് പോയി. ഞാൻ ഞെട്ടി ആ രംഗം കണ്ടിട്ട്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരു രോഗം വന്നാൽ, ഒന്ന് ഓർമ്മ നഷ്ടപ്പെട്ട തീർന്ന് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും കഥ. അതുകൊണ്ടാണ് കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞത് ആരും അഹങ്കരിക്കരുത്. ഞാൻ എന്നോട് ചിലർ ചോദിക്കലുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയിരുന്നു? എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കലുണ്ട്, എങ്ങനെയാണ് അവസ്ഥ, നീ ഇങ്ങനെയൊക്കെ ആയി മാറിയത്, ഇങ്ങനെയൊക്കെ ഇത്രയും ലളിതമായിട്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഞാൻ അങ്ങനെ ഒരു ലളിതമായി വന്ന ഒരാളൊന്നുമല്ല. ഞാൻ മനഃപൂർവ്വം ലളിതമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്വയം ഒരു തീരുമാനം എടുത്ത് ഞാൻ ഇനി താണ് പോവുക, ഇനി ആരും മുമ്പിലും ഒന്നും ചെയ്യാനില്ല, താണ് നശിച്ചില്ലാണ്ടാവുക എന്നുള്ളൊരു തോന്നൽ മനഃപൂർവ്വം ജീവിതത്തിൽ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ലാളിത്യം. അല്ലാതെ സ്വാഭാവികമായിട്ടൊരു ലാളിത്യം ഉണ്ടായ ഒരാളൊന്നല്ല ഞാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ മാറുക, പരസ്പരം തമ്മിൽ തല്ലാണ്ട്, ചാരിറ്റി അല്ലെങ്കിൽ മറ്റ് മറിച്ചിൻ്റെ പേരിൽ തമ്മിൽ തല്ലാണ്ട് ഒന്ന് മനുഷ്യനായിട്ട് ജീവിച്ചോളി. ഒരു ദിവസം മരിച്ചു പോകുമ്പോൾ തീരും ഇതൊക്കെ. അന്ന് ആരാണോ ബാക്കിയുള്ളത് അവർ ഈ എതിർ കക്ഷിയെക്കുറിച്ച് ആലോചിച്ചിട്ട് അവരും ദുഃഖിക്കും, നാളെ എനിക്കും ഇങ്ങനെയാണല്ലോ വരാൻ പോകും. അതുകൊണ്ട് ഈ പറയുന്ന നേതാവിൻ്റെ അവസ്ഥയൊന്നും നമ്മുടെ ജീവിതത്തിൽ, അയാൾ ശക്തനായ ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നല്ല സ്നേഹമുള്ള ആളുകളായിട്ട് മാറും. നല്ല ഭംഗിയായിട്ട് ഉമ്മാനിപ്പാനൊക്കെ അല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ നോക്കി ജീവിക്കും. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യന്മാരെയും ജീവിക്കാൻ അനുവദിക്കും, ജീവജാലങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. എന്നിട്ട് സുഖമായി ജീവിച്ച് സമയമാകും അന്ന് മരിച്ചു പോയേക്കും. നിങ്ങൾ മരിക്കൂലെന്ന് മാത്രം പറയരുത് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ നൗഫലിൻ്റെ ചോദ്യത്തിലുള്ള മറുപടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും കൂടെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഒരുപാട് സന്തോഷം. സർവർക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ഇതുവരെ നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട ഉസ്താദ് ഹംസ വൈദ്യര് നന്മകളുടെ പൂക്കാലം ഒരുങ്ങോട്ടെ. കാരണം അത്രമാത്രം ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കി കൊടുക്കണം. അവസരമുണ്ട്, ഉമ്മ കൊടുക്കേണ്ട അവസരം. കാരണം അത്രമാത്രം ആളുകളെ ചികിത്സിച്ച മനുഷ്യൻ. ഇവിടെ സ്ഥിരം ഉമ്മ കൊടുക്കുന്ന ഉമ്മച്ചൻ വന്നിട്ടുണ്ട്. ഉമ്മച്ചൻ ഉസ്താദ് ഒരു പാട്ട് പാടിയല്ലോ. എപ്പോഴും എന്നെ കാണുമ്പം എല്ലാ ദിവസവും കാണുമ്പോഴൊക്കെ എനിക്കൊരു ഉമ്മ തരും. അതായത് ഹൃദയത്തിൽ സമയത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്ത്രീകൾക്ക് ഭയങ്കര അസൂയാണ്. കാരണം ഇവനെപ്പോഴും വരാൻ പറ്റുന്നുണ്ടല്ലോ, അവർക്ക് പറ്റൂല. അവർക്ക് പബ്ലിക്കിൽ തരുമ്പോൾ പ്രശ്നമല്ല. ഇവനാണെങ്കിൽ സദാസമയം മുമ്പുക. ഒരു പാട്ട് പാടിയാലോ? നല്ലൊരു പാട്ടോട് കൂടി ഇത് വൈൻഡപ്പ് ചെയ്യും. പിന്നെ നിർത്തുന്നൊന്നും പറയില്ല, കുറച്ചും കൂടി ഓക്കെ പാടിയോ? ഒരു പ്രണയം പാടാം. അറിയാത്തൊരാനന്ദം അറിഞ്ഞ നാളിൽ പറയാതകന്നൊരൻ പൂനിലാവേ, പറയാനറിയാത്ത നൊമ്പരമായി പല നാൾ നിന്നെ ഞാൻ കാത്തിരുന്നു, പല നാൾ നിന്നെ ഞാൻ കാത്തിരുന്നു. അറിയാത്തൊരാനന്ദം അറിഞ്ഞ നാളിൽ പറയാതകന്നൊരൻ പൂനിലാവേ, പറയാനറിയാത്ത നൊമ്പരമായി പല നാൾ നിന്നെ ഞാൻ കാത്തിരുന്നു, പല നാൾ നിന്നെ ഞാൻ കാത്തിരുന്നു. പക്ഷെ ഇത് നിർത്തിയാൽ പോരാ സ്ഥലം. അപ്പൊ നിർത്തല്ല, നിങ്ങളുടെ കേൾക്കുമ്പോൾ ഒരു പാട്ടും കൂടെ ഇപ്പൊ പാടിയ ഈ ഒരു കവിത എനിക്കിഷ്ടമുള്ളൊരു സ്ത്രീ ഉണ്ട് കേട്ടോ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ കാലം മുമ്പേ പരിചയപ്പെട്ടു.
ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഒരു 2 വർഷം മുമ്പ് ഞാൻ അനുഭവിച്ചപ്പോൾ എന്നെ നോക്കിയ, എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ സംരക്ഷിച്ച, എന്നെ സന്തോഷിപ്പിച്ച ഒരു സ്ത്രീയുണ്ട്. അവളെക്കുറിച്ച് എഴുതിയ വരികളാണ് അത്. അറിയാത്തൊരാനന്ദം അറിഞ്ഞ നാളിൽ പറയാതകന്നരൻ പൂനിലാവേ എന്നുള്ളത്. അതൊരു പൂനിലാവ് തന്നെയാണ്. ഒന്നും ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ ജന്മം. എനിക്ക് ഇഷ്ടം പോലെ ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ, സുഖിക്കാൻ, ഉല്ലസിക്കാൻ, ഉന്മാദിക്കാനുള്ള ഒരു സ്ത്രീ. ഈ ലോകത്ത് ഞാനിപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവളെക്കുറിച്ച് മാത്രമാണ്, ആ പൂനിലാവിനെ കുറിച്ചിട്ട്. ഇപ്പോഴവളും ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടാകും. കാരണം അവൾക്ക് ഇന്ന് തന്നെ വിളിക്കാൻ പറ്റിയിട്ടില്ല. കുറേ വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു കോള് ഞാൻ അവളെ വിളിച്ചിട്ടില്ല. എന്നെ എല്ലാ ദിവസവും 1, 2, 3 പ്രാവശ്യം വിളിക്കും. അത് അവൾക്ക് വേണ്ടി മാത്രം ഓൺ ചെയ്യും ഒന്ന് ഫോണ്. അവളിപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് കേൾക്കുന്നുണ്ടാവും. ഇപ്പം കരുതും നൗഷാദ് ഒരു ഉമ്മ കൊടുത്തു, എനിക്കും ഒരു ഉമ്മ ഇപ്പോൾ ഉസ്താദിന് കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ, ഇനിയിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫോൺ ഓൺ ചെയ്തിട്ട് അവളോട് കുറച്ചൊന്നും സംസാരിക്കില്ല. ഞാൻ ആകെ പറയും, എന്നാൽ മോളോ പൊന്നോളോ നീ കേട് പറയുമോ, ഞാൻ ഉറങ്ങാണ് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ തടുത്തു. ഒരു പാട്ടും കൂടെ, ഒരു പാട്ടും കൂടെ അങ്ങോട്ട് ഇരുന്നോളൂ. എന്തിനെന്നറിയില്ല, ഏതിനെന്നറിയില്ല, എപ്പോഴോ ഞാൻ നിന്നെ പ്രണയിച്ചു പോ സഖി, എപ്പോഴോ ഞാൻ നിന്നെ പ്രണയിച്ചു പോ. എന്തിനെന്നറിയില്ല, ഏതിനെന്നറിയില്ല, എപ്പോഴോ ഞാൻ നിന്നെ പ്രണയിച്ചു പോ സഖി, എപ്പോഴോ ഞാൻ നിന്നെ പ്രണയിച്ചു പോ. വാവ്, ഗ്രേറ്റ്. മാന്യ വ്യൂവേഴ്സ്, മാന്യ പ്രേക്ഷകർ, മാന്യ പ്രവാസികൾ, മാന്യ നാട്ടുകാർ, ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അറിയിച്ചിട്ട് നിങ്ങളെ കൂടെ ലൈവിൽ വരും. ഉസ്താദ് ഒരുപാട് നന്ദി. സർവൈശ്വര്യങ്ങളും സർവശക്തനായ നാഥൻ അങ്ങയുടെ പിതാവിന് നൽകട്ടെ, അങ്ങയുടെ മാതാവിന്റെ കൂടെ നമ്മളെയൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിൽ. ഇതൊക്കെ ഇന്ന് കണ്ടില്ല നമ്മളിപ്പോൾ സമയം 1 മണി 1:30 മണിയായി. ഒരു ക്ഷീണമില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ ക്ഷീണം ഒന്നുമില്ലാത്തൊരു, ഏത് സമയത്തും ഫുൾ എനർജി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഈ എൻ്റെ മുറിവ് ചികിത്സ തന്നെയാണ് അതിന് കാരണം ഓരോ മുറിവ് രോഗികളെ പുഴുവരിച്ച് പുഴുത്തു നാറുന്ന ഈ മുറിവുകൾ ചികിത്സിക്കുന്ന സമയത്ത് എല്ലാവരുടെ മൂക്കിലും ദുർഗന്ധമായിരിക്കും. എൻ്റെ മൂക്കിൻ്റെ പ്രത്യേകത എന്താ പറയുക, എനിക്കൊരിക്കലും ഈ മുറിവിൻ്റെ ദുർഗന്ധം എൻ്റെ മൂക്കിന് പടച്ചൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, പുഴുവരിക്കുന്ന കാലുകളേക്കാൾ മുറിവുകളേക്കാൾ എനിക്കിഷ്ടം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് ഇപ്പം പറയാൻ പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ അല്ലല്ല, ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല് നേരെ തിരിച്ചാണ്. അതാണ് സത്യം. ഞാനൊന്ന് ഇവരെന്ത് പറയും നോക്കാൻ വേണ്ടി പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് സുഗന്ധം വമിക്കുന്ന, സുഗന്ധം പരത്തുന്ന പൂക്കളേക്കാൾ എനിക്കിഷ്ടം പുഴുവരിക്കുന്ന കാലുകളെയാണ്, മുറിവുകളെയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം ഉണ്ടല്ലോ, അത് നമുക്ക് ആർക്കും തരാൻ, ഒരാൾക്ക് നമ്മളെ അനുഭവിപ്പിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഈ ഊർജത്തിൻ്റെ രഹസ്യം എന്നല്ല, പരസ്യം. അത് രഹസ്യമല്ലല്ലോ, എന്താണ് ഈ ദിവസമായിട്ട് ഭയങ്കര യാത്ര. ഇന്നലെ ആകെ ഇന്നലെ ആകെ 2 മണിക്കൂറാണ്. ഒരുപാട് യാത്ര ചെയ്ത് വന്നതാണ് ഞാൻ.
ഞാനും ഉസ്താദും ആകെ 2 മണിക്കൂർ ഉറങ്ങി. ഇന്ന് ഞാൻ നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. എന്നിട്ട് ഉസ്താദ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 3 മണി 4 മണിയാവും. എന്നിട്ട് ഇനി 6 മണിക്ക് പോകാനുള്ളതാണ് നമുക്ക് തൃശ്ശൂർ പോകേണ്ടത്. ഞാൻ വരുന്നത്. ആയിക്കോട്ടെ, നമുക്ക് പോവാം. അപ്പോ ഒരുപാട് സന്തോഷം. സർവർക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉൾപ്പെടുത്തണം, പ്രിയപ്പെട്ട നൗഷാദ് കെ ഉൾപ്പെടുത്തണം, മെഹ്റാസിനെ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ, മുനീർ താത്തയെ, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് വേങ്ങര SI അഷ്റഫ് കെയെ, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ, പ്രിയപ്പെട്ട പൊന്നു താത്താനെ ഒക്കെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.